Hello, everyone. Welcome to Go Beyond Limits podcast studio. It's time to welcome the guest for today. ഇന്നത്തെ ഒരു വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റാണ്, ഒരു സ്പിരിച്വൽ ലീഡറാണ്. അച്ഛനെ പറ്റി പറയുവാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഐ തിങ്ക് ലോട്ട് ഓഫ് യു ക്യാൻ ഗെസ് ഹു ഹി ഈസ്. കാരണം അച്ഛൻ ഇസ് പോപ്പുലർലി നോൺ ആസ് ദി കിഡ്നി പ്രേസ്റ്റ്. ഏകദേശം പിടികിട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടറും കൂടിയാണ്. അച്ഛനോട് വന്നേക്കുന്നത് കേൾക്കാം സൂയിസൈഡ് പ്രിവെൻഷൻ ക്യാമ്പയിൻ 2026 ഭാഗമായിട്ടാണ്. It's such a privilege to have him with us in our studio. Ladies and gentlemen, boys and girls, let me introduce and welcome our very own Reverend Father Davis Chirameo. Let's make it happen. Okay. Today's episode is sponsored by Forge West International. Forge West International is your trusted partner for study abroad consultancy, guiding students to achieve their international education dreams with expert advice and personalized support. Beyond education, Forge West is also a premier training academy for OSCE, CBT, and OET, helping healthcare professionals prepare for global medical exams and succeed in their career. If you're interested to join the Forge West International Academy, please call the below number for further enquiries. Another sponsor is Indian Taste, celebrating the authentic taste of India. Your trusted choice for premium Indian snacks and rice across the UK. ബിയോണ്ട് ലിമിറ്റ്സ് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അച്ഛനോട് വന്നതിൽ ഒത്തിരി സന്തോഷം. വീഡിയോസിലൂടെയാണ് അച്ഛനെ കണ്ടിട്ടുള്ളത്. ഇത് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛൻ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷ ഇത്രയധികം ഞാൻ സ്നേഹിച്ചത് അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. കാരണം അച്ഛൻ അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലി എത്ര അനായാസമാണ് ഓരോ കാര്യങ്ങളും പറയുന്നതൊക്കെ. അത് കണ്ടാണ് ഞാൻ ആക്ച്വലി തൃശ്ശൂർ ഭാഷ സ്നേഹിച്ചു തുടങ്ങിയതും. പിന്നെ എന്താ പറയുക, ഓരോ ടോപ്പിക്കും അച്ഛൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ ഫസ്റ്റ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ടോക്കും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളും ആദ്യമായിട്ട് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് അച്ഛനാണ്. അപ്പം അച്ഛനെ ഈ സ്റ്റുഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അച്ഛൻ ഇവിടെ വന്നതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ അച്ചോ. അച്ചോ, നമ്മുടെ ഇൻ്റർവ്യൂവിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത് ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? അച്ഛൻ ഈ പ്രീസ്റ്റ്ഹുഡിലേക്ക് എത്താനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മളങ്ങനെ ഒരു ചെടി നടുമ്പോൾ ആ ചെടിയിൽ എന്ത് തരം മാങ്ങ ഉണ്ടാവുക, അതിന് പുളി ഉണ്ടാവുമോ മധുരം ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് അതൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനേക്കാൾ നല്ല സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് പട്ടിണിയുടെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും ആ വളം നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം നമുക്കത് ഓർക്കുമ്പോൾ ആ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പണ്ട് നമ്മളെങ്ങനെയായിരുന്നു, ഇപ്പം നമ്മളെങ്ങനെയായി മനസ്സിലായോ? എല്ലാവരോടും പറയാറുണ്ട് ഞാൻ, ഡോണ്ട് ഫർഗറ്റ് യുവർ പാസ്റ്റ്. പാസ്റ്റിൽ പോയി കുടിയിരിക്കാനല്ല, ഡോണ്ട് ഫർഗറ്റ് യുവർ പാസ്റ്റ് ആൻഡ് ലിവ് ഇൻ ദ പ്രസന്റ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതായത് പാസ്റ്റിലേക്ക് പോകാനല്ല പറഞ്ഞത്, ജസ്റ്റ് റിമെമ്പർ ദ പാസ്റ്റ് ആൻഡ് ലിവ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ലിവ് ഇൻ ദ പ്രസന്റ്. നമ്മുടെ മുമ്പിലുള്ളത് ഫ്യൂച്ചറും പ്രസന്റാണ്. പാസ്റ്റിൽ എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായെന്ന് സങ്കടപ്പെടാനുള്ളതല്ല, അത് ഓർക്കുക. എന്നിട്ട് ഹൗ യു ആർ നൗ, ഫ്യൂച്ചറിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, പ്രസൻറ്റിൽ നിങ്ങൾ എങ്ങനെയാണ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിക്കാവുന്നത് എങ്ങനെയാണ് ഒരു അച്ഛനായത്, അത് നമുക്കൊരു ഡോക്ടറായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടറാവാൻ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി, അതിന് ശേഷം ഞാൻ നല്ലോണം പഠിച്ചു, രാത്രി കാലങ്ങളിൽ നിന്ന് പഠിച്ചു, അങ്ങനെയൊക്കെ പറയാം. പ്രീസ്റ്റ്ഹുഡിന് അങ്ങനെ ഒരു സംഭവമില്ല. അതായത് കർത്താവ് എത്രയോ ലക്ഷങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത സത്യം. ആ 12 പേർക്കൊരു അവരുടെ ചൈൽഡ്ഹുഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഒന്ന് ടാക്സ് കളക്ടറാ, മറ്റൊരാൾ മീൻപിടുത്തക്കാരനാ. സോ ടോട്ടലി ഡിഫറെൻറ്റ്. അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്ന് വന്നിട്ട് പ്രീസ്റ്റ് ആവുന്ന ക്യാരക്ടറല്ല ഇത്. കാരണം നോട്ട് യു ബട്ട് ഐ സെലക്റ്റഡ് യു എന്ന് പറയുന്നത്. എങ്കിലും നമ്മളെ പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്ക് അറിയാതെ പലതും കയറും. കാരണം
എൻ്റെ അമ്മയും ഒരു ദിവസം പോലും പള്ളിയിൽ കുർബാനയ്ക്ക് പോകാത്ത ദിവസമില്ല. അത് ഫസ്റ്റ് തിങ് ഗോ ടു ദ ചർച്ച്. മനസ്സിലായി. പിന്നെ എൻ്റെ 2 എൽഡർ സിസ്റ്റേഴ്സാണ്, നൺസാണ്. എൻ്റെ മൂത്ത സിസ്റ്റർ മദർ തെരേസ കോൺഗ്രിഗേഷനിലും, അതിന് മൂത്ത സിസ്റ്റർ ക്ലൂണി. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് അതൊക്കെ ആഡഡ് ആണ്. പക്ഷെ അതൊന്നും കാരണമാകണം എന്നില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഉള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നുള്ള കുട്ടികളുണ്ട്. സോ നമുക്ക് പറയുമ്പോൾ അതൊക്കെ പറയാം, അതായത് അതൊക്കെ കാരണമായിരുന്നു. പക്ഷെ കാരണം ദൈവം തെരഞ്ഞെടുത്തതാണ്. അതെ അതെ. അച്ഛൻ തൃശ്ശൂരിനെയായിരുന്നു. പ്രോപ്പർ തൃശ്ശൂർ. അവിടുന്നാണ് ഇന്ന് പ്രീസ്റ്റ്ഹുഡ് ആയിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. വേറെ എവിടെയെങ്കിലും അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ടോ തൃശ്ശൂർ അല്ലാതെ? പിന്നെ ഞാൻ പ്രീസ്റ്റ്ഹുഡ് വരുന്നത് 88-ലാണ് പ്രീസ്റ്റ്ഹുഡ്. അതിനുശേഷം തൃശ്ശൂരാകുമ്പോൾ തൃശ്ശൂർ രൂപതയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ കല്യാൺ രൂപതയിലേക്ക് ബോംബെയിലേക്കും പോയി 2 വർഷം അവിടെ സേവനിച്ചു. പിന്നെ നമ്മുടെ ജീവൻ TV ഉണ്ടായിരുന്നില്ല. ജീവൻ TVയിൽ 2 വർഷം അതിന്റെ പ്രിൻസിപ്പൽ കോർഡിനേറ്റർ ആയിരുന്നു. അടിപൊളി. അപ്പൊ അവിടെയും മീഡിയയിലും ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് കല്യാണിൽ നിന്ന്. പിന്നീട് ഈ കിഡ്നി ഡൊണേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോകത്തിലെ ഒരു 10-34 രാജ്യങ്ങളിലേക്ക് ഈ ഒരൊറ്റ പല മിഷനായിട്ട്, ചില ഇനാഗ്രേഷൻ ആയിരിക്കാം, ചില ധ്യാനങ്ങളാണ്, ചിലയിടത്ത് ചില സർവ്വമത സമ്മേളനങ്ങളായിരിക്കാം, സോ മെനി പ്രോഗ്രാം, അവാർഡുകളായിരിക്കാം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. അച്ഛൻ പോപ്പുലർലി നോൺ ആസ് ദി കിഡ്നി പ്രീസ്റ്റ്. അതൊരു അത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര കൗതുകത്തോടെ ആ പേര് വായിച്ചത്, കിഡ്നി പ്രീസ്റ്റ്. അതൊരു ഇല്ലേ, അതങ്ങനെ അധികം, അതായത് ലോകത്തിലെ ആദ്യമായിട്ടാണ് ഒരു പ്രീസ്റ്റ് ഒരു അൺറിലേറ്റഡ് ഒരു ആൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ. പിന്നെ അതുകൂടാതെ അച്ഛൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടറാണ്. അത് തുടങ്ങുന്നത് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷനോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ കിഡ്നി ഡൊണേഷൻ ആണ് അതിൻ്റെ ഇനാഗ്രേഷൻ. വേറെ ഇനാഗ്രേഷൻ ഇല്ല. ഇനാഗ്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എൻ്റെ സ്റ്റൊമക്കിൽ കത്രിക വെക്കുന്നതാണ് ഇനാഗ്രേഷൻ. ആ ഡോക്ടറാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. വേറെ ഇനാഗ്രേഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇത് ഈ പ്രോസസ്സ് തന്നെ, കിഡ്നി കൊടുക്കുന്ന പ്രോസസ്സ് തന്നെ ഒരു 6-7-8 മാസം എടുത്തു. ഇന്നത്തെ പോലെയല്ല, അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആരും അങ്ങനെ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഒരു അൺറിലേറ്റഡ് ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ കടമ്പകളുണ്ട് കിടക്കാൻ. പക്ഷെ ഞാൻ എന്നെ ഒരു പ്രീസ്റ്റാണ്, പത്രമൊക്കെ കൊടുത്തോട് കൂടിയിട്ട് ഈ കമ്മിറ്റിക്ക് എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. തരാതിരുന്ന കാരണം പറയേണ്ടി വരും. പരിചയത്തിലെത്ര ആൾക്കാരിൽ കൊടുക്കുക. അപ്പൊ അതെല്ലാം കാശിന് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതേത് വർഷമായിരുന്നു? എൻ്റെ 2009 ഓപ്പറേഷൻ നടന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് കൊടുക്കാനിടയാകുന്നത്. ഇടയാകുന്നതോടുകൂടെ ആദ്യത്തെ പ്രീസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഞാനിതുമായിട്ടൊരു 10,000-5,000-ഓളം വേദികളിൽ സംസാരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരും ഒക്കെ കിഡ്നി റിലേറ്റഡ് ആയിട്ടില്ല ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കിഡ്നി എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ ഞാനായിരിക്കും. കാരണം ഞാനാണ് കിഡ്നി, ഡോക്ടർമാരോട് അത്ര പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഞാനെന്ന് വെച്ചാൽ എൻ്റെ ടോക്കിൽ മുഴുവൻ ഇതുമായി റിലേറ്റഡുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പേര് ജനങ്ങൾ ഇട്ടതാണ്. 2009 തന്നെ ഇതിന്റെ ഈ ഫൗണ്ടേഷനും തുടങ്ങി. അതിന് മുമ്പേ നമ്മള് ട്രസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇനാഗ്രേഷൻ എൻ്റെ ട്രാൻസ്പ്ലാന്റ് വെച്ചു. അത് കൂടാതെ അച്ഛന് ക്ലോത്ത് ബാങ്ക്, ഫുഡ് ബാങ്ക് അതൊക്കെ തുടങ്ങിയ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ്. മറ്റത് 16 വർഷം മുമ്പല്ലേ. അതെ അതെ അതെ. അതിനോടൊപ്പം ഞാൻ പറഞ്ഞ അത് കഴിയുമ്പോൾ പിന്നെ ഓരോ മനുഷ്യരുടെ നീഡുകൾ കാണുകയാണ്. ഞാൻ അമേരിക്കയിൽ പോയപ്പോഴാണ് ക്ലോത്ത് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ ഒരുപാട് ഗുഡ് വിൽ ഷോപ്പുകളുണ്ട്. ഇവിടെ ഉണ്ടാവും. ഇവിടെ ചാരിറ്റി ഷോപ്പ്. അതുപോലെ ഗുഡ് വിൽ ഷോപ്പുകളാണ് അമേരിക്കയിൽ. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കാത്ത നല്ല സാധനങ്ങൾ അവരവിടെ കൊണ്ടു കൊടുക്കുന്നു. അതുകൊണ്ട് അവർ കുറേ. അപ്പം ഞാനിവിടെ ക്ലോത്ത് ബാങ്ക് ഭയങ്കരമായിട്ട് പോയി. ഇപ്പോൾ 5 ക്ലോത്ത് ബാങ്ക് കേരളത്തിലുണ്ട്. തൃശ്ശൂരും കോട്ടയുണ്ട്, തൃശ്ശൂരുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്, എറണാകുളമുണ്ട്, വടക്കുംചേരി ഉണ്ട്, കുറേ സ്ഥലത്ത് ചേറൂരുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കാത്ത നല്ല വസ്ത്രങ്ങൾ മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വലിയ നഷ്ടമുള്ള കാര്യമല്ലല്ലോ. അത് നമ്മൾ 50, 100, 200 രൂപയ്ക്ക് കൊടുത്തിട്ട് അഗതി മന്ദിരങ്ങളിൽ നമ്മൾ ആ പണം കൊണ്ട് ഭക്ഷണം കൊടുക്കും. 3 പേർക്ക് ജോലിയും കൊടുക്കും.
നല്ല കാര്യം. അത് ഭയങ്കരമായിട്ട് ക്ലിക്കായത്. ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞങ്ങൾ വസ്ത്രം. കാരണം വെച്ചാൽ എല്ലാ വീട്ടിലും ലോഡ് കണക്കിന് വസ്ത്രമാണ് ഉടുക്കാത്തതിരിക്കുന്നത്. ഇപ്പം ഇവിടെയുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് കസ്റ്റംസിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കാശാ. അതുപോലെ അമേരിക്കക്കാർ പറഞ്ഞ ഞങ്ങൾ എന്തോരം പണിയെ തരാച്ചാന്ന്. പക്ഷേ അവിടേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ പുതിയത് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശാണ്. ശരിയാണ്. അപ്പം നമ്മൾ ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വിളിച്ച് പറയാം. അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് അവരുടെ വീടുകളിൽ ഇരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇവിടെ എത്തിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്നെ കേൾക്കുന്നതോടും പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇത് കാണുന്നവർ കേൾക്കുന്നവർ വിളിച്ച് പറയുക. നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടിലും ഒരു ഷെൽഫ് ഉണ്ടാവും ഉടുക്കാത്ത വസ്ത്രങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടെ ഇരുന്നത് വെറുതെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ക്ലോത്ത് ബാങ്കിലേക്ക്, അതിന്റെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ തരാം, കൊടുക്കുക നിങ്ങൾ. ആ വസ്ത്രങ്ങൾ നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ആരും എടുക്കില്ല, കൊണ്ട് കത്തിച്ച് കളയും. നീ ഉടുക്കാത്ത വസ്ത്രങ്ങൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടാവും. ആ വസ്ത്രം നിങ്ങളുടെ ബന്ധുക്കളാർക്ക് ആരും എടുക്കില്ല. അത് നിങ്ങൾ മരിക്കുന്നതോട് കൂടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് കത്തിച്ച് കളയും. എന്ത് കാര്യമുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വെക്കുക. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾ ഇന്നിട്ട് വസ്ത്രം 2 മാസം കുട്ടിക്ക് പാകാവില്ല. ആ വസ്ത്രം നീ എന്ത് ചെയ്യും? അവിടെ വെക്കും. അടുത്ത കുട്ടിയുണ്ട്, അവിടെ വെക്കാൻ പറ്റുമോ? നീ അത് കൊടുക്കുക. അതുപോലെ നിനക്ക് ബർത്ത്ഡേ എല്ലാവരും ഓരോ സാധനം കൊണ്ട് തരും. നിനക്ക് കളർ ചിലത് ഇഷ്ടപ്പെടുള്ളൂ, നല്ല വസ്ത്രമാണ്, നീ അത് കൊടുക്കുക. അല്ലെങ്കിൽ നിന്റെ ഒരു കൊച്ചു മരിച്ചു, അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് മരിച്ചു, എന്തോരം വസ്ത്രങ്ങൾ ഇരിക്കണേ, നീ അത് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും വേണ്ട, നീ കൊണ്ടു കൊടുക്കുക. അങ്ങനെ നോക്കണമെങ്കിൽ ലക്ഷം വസ്ത്രങ്ങൾ അത് കൺവെർട്ട് ചെയ്ത് നമ്മൾ 100. ഇപ്പൊ ഈ ക്ലോത്ത് ബാങ്കിലേക്ക് ധാരാളം പേര് വരിക. കാരണം വെച്ചാൽ കടയിൽ പോയിട്ട് 2500 5000 വാങ്ങിക്കുന്ന സാധനം ഇവിടെ 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് കിട്ടണം. പ്രത്യേകിച്ച് ഈ കോട്ടുകളില്ലേ, കോട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം വെച്ചാൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് അങ്ങനെയൊക്കെ നമ്മുടെ അവിടെ കോട്ടിന്റെ ആവശ്യമില്ല, വല്ല ഫംഗ്ഷൻ പോകുമ്പോൾ ആവശ്യമുള്ളൂ. അതിനോട് 2000 3000 4000 രൂപ വാങ്ങിക്കണ്ടല്ലോ. ഇവിടുന്ന് 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് കിട്ടും. ഏറ്റവും എനിക്ക് 50 രൂപ തോന്നുന്നു ഏറ്റവും കുറഞ്ഞ, ഏറ്റവും കുറഞ്ഞ 50, ഏറ്റവും കൂടിയത് 1000. നല്ലൊരു തോട്ട് പ്രോസസ്സാണ് അത്. പക്ഷെ ഇൻഫ്ലുവൻസ്ഡ് ഇവിടുന്ന് പുറത്തു നിന്നുള്ള ചാരിറ്റി ഷോപ്സും ഗുഡ് വിൽ ഷോപ്സും ഒക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതെ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് അത് അവിടെ ഡെവലപ്പ് ചെയ്ത്. ക്ലോത്ത് ബാങ്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക്. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ പഴയ വസ്ത്രം തരൂ, ഞങ്ങൾ പുതിയ ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കും. നല്ല ആശയം വെച്ചു. വളരെ സന്തോഷം കേൾക്കാനായിട്ട്. അവിടെ നിന്ന് ഇപ്പോൾ കേൾക്കാം എന്ന ആശയത്തിലേക്ക് അതിപ്പോൾ ഓരോന്നോരോന്ന് ഇപ്പം കേൾക്കാൻ വരുന്നത് എന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഈ ഡോക്ടർ 3000 ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. അതാണ് എന്നെ അതിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഓരോ കാരണങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോന്നിലേക്ക് കടന്നു വരിക. ഇന്നും ആ ഡോക്ടർ എന്തിനാ മരിച്ചതെന്ന് ആർക്കും അറിയില്ല, വീട്ടുകാർക്ക് അറിയില്ല, നാട്ടുകാർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. ഒരു ലെജൻഡായിരുന്നു അദ്ദേഹം. കിഡ്നി ട്രാൻസ്പ്ലാന്റിലെ ലോകത്തിലെ ലെജൻഡ്. 3000 ട്രാൻസ്പ്ലാന്റ് നടത്താമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് വയ്ക്കും. എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് 2 ദിവസം അച്ഛൻ്റെ ഡേറ്റ് നോക്കിയിട്ട് അച്ഛൻ വരണമെന്നുണ്ട് നിർബന്ധിച്ചിട്ട്, അത്രയും പേഴ്സണൽ ബന്ധമായിരുന്നു. 2 ദിവസത്തിന് മുമ്പ് ആൾ കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ അതെനിക്ക് ഒരു ഇതായിരുന്നു. ആൾക്കാർ മുഴുവൻ ഞെട്ടി, കേരളം മുഴുവൻ ഞെട്ടി. ഇയാൾക്ക് എന്ത് പറ്റി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ചൊരു ലേഡി മരിച്ചു UK-ൽ. ആളെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ പള്ളിയിൽ തൊട്ടടുത്ത പള്ളിയിലത്തെ അച്ഛൻ 37 വയസ്സ് സൂയിസൈഡ് ചെയ്തു. അപ്പോഴാണ് ഈ ഫിനോമിന എന്തുമാത്രം ആഴപ്പെട്ടതാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആരെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് കേൾക്കാം. അപ്പോൾ ഇതാണ് പ്രചോദനമായത്. അല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ ഒരു വെള്ളം ഒഴുകി പോണ കാണുമ്പോഴാണ് നമുക്ക് ഡാം കെട്ടാനായിട്ട് തോന്നുക. ഡാം കെട്ടിയാലോ വെള്ളം തടഞ്ഞു നിർത്താലോ, തടഞ്ഞു നിർത്തി ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. വെള്ളം ഒഴുകി ഇങ്ങനെ എത്ര ആൾക്കാരുടെ മുമ്പിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്, ആരും കെട്ടണില്ല. നമ്മളിത് കെട്ടിയിട്ട് ആവശ്യത്തിന് തിരിച്ചു വിടുമ്പോഴോ അതിന് ഫലം ഉണ്ടാവും. ഇതിൻ്റെ ഒരു ദൗത്യം എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛന് വേറെ കുറച്ചുകൂടെ പറയാൻ പറ്റും. ഏതിൻ്റെ? ഈ ഒരു ആശയത്തിന്റെ കേൾക്കാം എന്ന ആശയം. ഇപ്പോൾ ഡോക്ടർ ജസ്നയും ദീപക്കാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ആശയമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഇങ്ങനെ ഒരു ആശയം എനിക്കുണ്ട്. ഈ ഡോക്ടർ ജസ്ന പ്രത്യാശന കൗൺസിൽ സെൻറ്റർ നടത്തുന്ന കൗൺസിലിങ്ങിൽ അത്രയും ഹൈ പൊസിഷൻ ഒരു ലേഡി. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അതിന് പറ്റുമെന്ന് പറഞ്ഞു. വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 15 നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ UK-ൽ ലോകത്തിലെ ആർക്ക് വേണമെങ്കിൽ അതിലേക്ക് വിളിക്കാം.
ഓക്കെ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സംഘർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യു ക്യാൻ കോൾ ദിസ് നമ്പർ. ഓക്കെ. അപ്പോൾ നിങ്ങളോട് പറയും ഇന്ന നമ്പറിലേക്ക് വിളിക്കാൻ. അവിടെ നിങ്ങളോട് 1 മണിക്കൂർ സംസാരിക്കാൻ ഡോണേഴ്സ്, ടൈം ഡോണേഴ്സ്, ബ്ലഡ് ഡൊണേഷൻ അല്ല, ടൈം ഡൊണേഷൻ. ആഴ്ചയിൽ 3 ദിവസം ഓരോ മണിക്കൂർ ഞാൻ ഷെയർ ചെയ്യാം, മണിക്കൂറുകൾ തന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ആള് ഹലോ എന്ന് വിളിക്കുമ്പോൾ കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാം, പറഞ്ഞോളൂ, 1 മണിക്കൂർ ഞാൻ തൻ്റെ കൂടെയുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയില്ലേ? അവിടെ അവൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ട്, അല്ല എന്നെ അവൻ അങ്ങനെ ചതിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അവന് ഭയങ്കര പ്രയാസമാണ്, അപ്പം ഞാൻ ചത്ത് കളയുന്നു. നീ ചത്ത് കളഞ്ഞാൽ അവനെന്താ? അവനൊരു ചുക്കുമില്ല. നീ മനസ്സിലാക്കുക, നീ ചെയ്ത ഡിസിഷൻ റോങ് ആണ്. അയാൾ നിന്നെ ചതിച്ചു, നിനക്ക് വിഷമമുണ്ടായി, നീ മരിച്ചാൽ അയാൾക്ക് എന്ത് പോയി? യു ആർ ഡൂയിങ് റോങ് ഡിസിഷൻ. നിന്റെ കുടുംബല്ലേ? അപ്പോൾ നീ ചിന്തിക്കട്ടെ, നീ ആലോചിച്ച് നോക്കി. വളരെ ശരിയാണല്ലോ. കൂടി വന്ന 2 ദിവസം ആൾക്കാർ വിഷമിക്കും. അപ്പോൾ നമ്മൾ അവനെ ബോധ്യപ്പെടുത്തുകയാണ്, അവനെ നീ ചെയ്യുന്നത് റോങ് ആണ്, നീ റോങ് ട്രാക്കിൽ കൂടി ഇപ്പോൾ പോണത്. നിൽക്കുക, ചിന്തിക്കുക, ടേൺ ചെയ്യുക. ടഫാണ് ലൈഫ്, പക്ഷേ ആ ടഫ്നെസ് ഒരിക്കലും നിന്നെ മരണത്തിലേക്ക് നയിക്കരുത്. അങ്ങനെയുള്ള കൗൺസിലിങ്ങുകൾ കൂടെ 3000-ൽ പരം ആൾക്കാരെ നമ്മളിപ്പോൾ കോൾ സെൻ്ററുകൾ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞു. അതിപ്പം ഇന്ത്യയിൽ മാത്രം? മൊത്തത്തിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തും. എവിടേക്ക് ഉണ്ടോ ചെയ്ത്? ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും വിളിക്കാം. ഇപ്പം ഉള്ളത് കേരളത്തിലും UK-യിലുള്ള ഓഫീസ് പോലെ വർക്ക് ചെയ്യുന്ന, അതൊരു കോർഡിനേഷൻ. പക്ഷേ അമേരിക്കയിലും പല രാജ്യത്തുള്ള ഡോണേഴ്സ് ഉണ്ട്, അവർക്ക് ഇന്റർനെറ്റിൽ കണക്റ്റഡ് അല്ലേ? അപ്പൊ നമ്മൾ നമ്പർ കൊടുക്കുന്നത് എനിക്ക് 1 മണിക്കാണെന്ന് പറയുമ്പോൾ അമേരിക്കയിലെ ആൾക്ക് കൊടുക്കും രാത്രി പുലർച്ചെ 1 മണിക്ക്, അവന് പകലാ. അപ്പൊ അവർ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഫോൺ എടുത്ത്, ഹലോ, ഞാൻ അമേരിക്ക എന്നാണ് വിളിക്കുന്നത് കേട്ടോ, പറഞ്ഞോളൂ, നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കോൾസ് വരാറുണ്ട് US-ൽ നിന്ന്, പല സ്ഥലങ്ങളിൽ ജില്ലാണ് കോളുകൾ, പല സ്ഥലത്തും, മലയാളികൾ മാത്രം. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് കേരളത്തിൽ 50-ൽ പരം പേര് ഒരു ദിവസം മരിക്കുന്നുണ്ട്. 50-ൽ പരം പേര് സൂയിസൈഡ് ചെയ്യുന്നു 1 ഡേ. 365 ദിവസം നമുക്ക് എടുക്കണമെങ്കിൽ കേരളത്തിൽ എത്ര പേര് ഒരു വർഷം മരിക്കുന്നുണ്ട് സൂയിസൈഡ്? മലയാളി കമ്മ്യൂണിറ്റിയിലാണ് സൂയിസൈഡ് ചെയ്ത വാർത്തകളൊക്കെ അറിയുള്ളൂ. വേറൊരു രാജ്യത്ത് സൂയിസൈഡ് ചെയ്ത വാർത്തയല്ല. ഇപ്പൊ UK-യിൽ എന്തോരം പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, പത്രത്തിൽ വല്ലൊരു വാർത്ത ഇടണ്ടോ? നത്തിങ്. ആരും ഇടില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി ഇഴയടുപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾ മരിച്ചുകൊണ്ടാണ് നമ്മൾ ഭയം ഫീൽ ചെയ്യും. ഒരാൾ സൂയിസൈഡ്, ഓക്കെ, നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഫീലിംഗാണ്. എന്ത് പറ്റി ചോദിക്കും ഇവിടെയുള്ള ആൾക്കാർ പ്രത്യേകിച്ച്. കാരണം വെച്ചാല് മറ്റ് യൂറോപ്യൻ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾക്ക് ഉണ്ടല്ലോ, ആ ബന്ധങ്ങൾക്ക് ഡെപ്ത് ഇല്ലാന്ന് ഞാൻ പറയില്ല, നമ്മൾ കാണിക്കുന്ന ഒരു പാഷൻ ഇല്ല. ശരിയാണോ? ഒരു കണക്ഷൻ, പാഷൻ കണക്ഷൻ. മനസ്സിലായ? ഇപ്പൊ എൻ്റെ ഫാദർ മരിച്ചു എന്ന് പറയാം, ഓക്കെ, ഐ ആം ഇൻ UK, ഐ ആം ഇൻ നൗ ഇൻ ജർമ്മനി, ഐ വിൽ സെൻഡ് എ ഫ്ലവർ. ഒരു പൂവായിക്കാന്ന് അവൻ വരില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഭയങ്കര നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയൊരു എന്തോ ഒരു അപകടം സംഭവിച്ചു. ആ വീട്ടിലേക്ക് പിന്നെ ആരും കല്യാണം കഴിക്കില്ല. ആ കുട്ടിയുടെ കല്യാണം നടക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ശരിയാണ്, നടക്കില്ല. പണ്ട് കാലത്ത് അച്ഛന്മാർ പോലും വരില്ല. ഏത് ശവടപ്പിനെ അത്രയും ഒരു ഇതുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും പെട്ടെന്ന് അറിയുകയും ചെയ്യും. മറ്റു രാജ്യങ്ങളൊക്കെ ഇഷ്ടപ്രകാരം നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവർ കെയർ ചെയ്യുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് മലയാളി സമൂഹത്തിൽ നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫീൽ ആവും, ശരിയാ, ഒന്ന് സംസാരിക്കുക. മനസ്സിലായ? കൗൺസിലിംഗ് എന്നുള്ള പേരിൽ വേറെ കുറേയൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ വെച്ചോ, മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെക്കാട്ടിലും ഏകദേശം 6ാം സ്ഥാനത്താണ് ഈ സൂയിസൈഡ് റേറ്റിൻ്റെ കാര്യത്തിൽ 6ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്ര തുടങ്ങിയ കുറേ സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഇതിലും സൂയിസൈഡ് റേറ്റ്സ് കൂടുതലാണ്.
അപ്പം അവരെ അതിലേക്കൊരു എക്സ്റ്റൻഷൻ ഓഫ് നാഷണൽ ലെവലിലേക്ക് ഒരു എക്സ്റ്റൻഷൻ അച്ഛൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ടോ, തീരുമാനിക്കുന്നുണ്ടോ? ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ സൂയിസൈഡ് പെട്ടെന്ന് വൈഡാവാൻ കാരണം നമുക്ക് കേരളത്തിൽ ഒറ്റ ലാംഗ്വേജ് ആണെന്ന് പറയാം അല്ലേ? നിങ്ങൾ മഹാരാഷ്ട്ര എടുത്ത് നോക്കിയാൽ ഒരു ലാംഗ്വേജ് അല്ല, മൾട്ടിപ്പിൾ ലാംഗ്വേജ്, മൾട്ടിപ്പിൾ കൾച്ചർ. മനസ്സിലായ? അപ്പോൾ അവിടെ നമുക്ക് ഒരു ലാംഗ്വേജ് അല്ല. ഇപ്പം നമ്മൾ മലയാളികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആവണം. അത് കഴിഞ്ഞിട്ട് മറ്റേലേക്ക് നമുക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടി തുടങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതന്നെ ഒരു ഹിമാലയം പോലത്തെ ഒരു മേഖലയാണ്. സോ നമ്മളിതിപ്പോൾ 3000 ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു 10,000 കോളുകൾ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, മറ്റുള്ളവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അവർ പറയും, ഫാദർ വി നീഡ് ദിസ് കേൾക്കാം പ്രോജക്റ്റ് ഇൻ അവർ കൺട്രി ഓർ ഇൻ അവർ സ്റ്റേറ്റ് എന്നുകൊണ്ട് വരും ആൾക്കാർ. ഈ പ്രോജക്റ്റിന്റെ പേര് കേൾക്കാം എന്നാണ്. കേൾക്കാം എന്നാണ് അച്ഛൻ പറയുന്നത്. കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാം, തൃശ്ശൂര് ആ സ്റ്റൈലില്. പക്ഷെ പ്രോജക്റ്റിന്റെ പേര് കേൾക്കാം എന്നുള്ള പ്രോജക്റ്റ് ആണ്. കേൾക്കാം, ഒരു ടെയിൽ ഉണ്ടായില്ലേ, ആ ടെയിലാണിത്. കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാം. ഓ, അങ്ങനെ. നിന്നിട്ട് കേൾക്കണ്ടെന്ന് ഇരുന്നിട്ട് കേൾക്കാം. അതെ നമ്മുടെ സ്റ്റൈലാണല്ലോ. അതെ, ഇരിക്കടോ ആണ്. നമ്മളവിടെ പ്ലീസ് ബി സീറ്റഡ് എന്ന് പറയില്ലേ. ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ പോസ്റ്ററിൽ തന്നെ റിലാക്സ്ഡ് ആണ്. നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരാൾ ഇരുന്നാൽ അതിൻ്റെ അർത്ഥം ഹീസ് റെഡി ടു ലിസൺ, ഹീസ് റെഡി ടു ടെൽ സംതിങ്. അതെ, ഇതിന്റെ മെസ്സേജിന്റെ അങ്ങനെയാണല്ലോ. വൺ കോൾ, വൺ കോൺവെർസേഷൻ ആൻഡ് സേവ് വൺ ലൈഫ്, ലെറ്റ്സ് ലിസൺ. അങ്ങനെ ഒരു സംഭവമാണല്ലോ. SOS കേട്ടിട്ടുണ്ടോ? SOS അതെന്തിനാണത്? SOSന്റെ ഫുൾ ഫോം എന്താ? ഇൻ കേസ് ഓഫ് എൻ എമർജൻസി അല്ലെങ്കിൽ റിക്വയർമെന്റ് വരും. ആ ഫുൾ ഫോം SOS. അതെനിക്ക് ഓർമ്മ വരുന്നില്ല. സേവ് അവർ സോൾസ്. സേവ് അവർ സോൾസ്. ഓക്കെ. പട്ടാളക്കാര് യുദ്ധകാലത്ത് SOS എന്ന് പറഞ്ഞാൽ സേവ് അവർ സോൾസ്. രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കോഡ് ഭാഷയാണത്, സേവ് അവർ സോൾസ്. വേറെ ഏതോ ഒരു ഫ്ലൈറ്റിൽ ഡാമേജ് ആയപ്പോൾ ഒരാൾ ഒരു മെസ്സേജ് വിട്ടില്ലേ, ആ ഫ്ലൈറ്റ് ഡാമേജ് ആയില്ലേ, അപ്പോൾ അയാൾ പറഞ്ഞില്ലേ ആ സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഏതൊരു മെസ്സേജ് വിട്ടു, വി ആർ ഇൻ ഡേഞ്ചർ എന്നുള്ള എൻ്റെ ഒരു സാധനം ഒരു കാലത്ത് ഓർമ്മ വരില്ല. അതുപോലെ SOS എന്ന് പറയുന്നത് സേവ് അവർ സോൾസ്. അതുപോലത്തെ ഒരു SOS ആണ് കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാം. ഇത് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാൻ തോന്നിയത്, കേരളത്തിലാണല്ലോ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തമല്ല, ഈ കേരളത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിലും മലയാളികൾ ലോകത്ത് എവിടെയുണ്ട് അവർക്കൊക്കെ വിളിക്കാം. അപ്പോൾ 20th of September 2025 21st of September തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ അത് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ബംഗാളികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പം ഇവർക്കും ഈ ആശയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? കാരണം അവർ പുറത്തുള്ള രാജ്യക്കാർ. നമുക്ക് ലാംഗ്വേജ് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മലയാളം എടുത്തിട്ടുള്ളത് മാത്രമല്ല, മലയാളിയോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഫീലുണ്ട്. ഒരു ഇംഗ്ലീഷുകാരെ സംസാരിക്കുമ്പോൾ അതിൻ്റെ വേറെ ഫീലുണ്ട്. മനസ്സിലായോ? ഒരു മലയാളിക്ക് ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള ഫീലിങ്ങിനെ മനസ്സിലാക്കാനോ റിപ്ലൈ ചെയ്യാനോ എളുപ്പമല്ല. നമ്മൾ എത്ര ഇംഗ്ലീഷിൽ പറഞ്ഞാലും അങ്ഷൻസ് എന്ന് പറയാം. അങ്ഷൻസ് ഉണ്ട്, അങ്ഷൻസ്. ഇപ്പൊ താൻ തലയാട്ടിയില്ലേ, അതൊരു അങ്ഷനാണ്. മനസ്സിലായോ? ഇംഗ്ലീഷുകാരൻ ചിലപ്പോ ഇങ്ങനെയാ പാട്ടുക. ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ അങ്ഷൻസ് ഉണ്ട്. സംസാരത്തിനേക്കാൾ അപ്പുറത്തുള്ള ആംഗ്യങ്ങളുണ്ട്. അതൊന്നും നമുക്കറിയില്ല. അതുപോലെ ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് നമ്മൾ ഫീലിങ്സ് കാണിക്കുന്ന പോലെയല്ല ഇംഗ്ലീഷുകാരൻ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പുറത്തേക്ക് കടന്ന് നമ്മൾ അവരെ കൗൺസിലിംഗ് തലത്തേക്ക് പോകണമെങ്കിൽ ഇറ്റ് നീഡ് മച്ച് എക്സസൈസ്, മച്ച് ട്രെയിനിങ്. അല്ലാണ്ട് നമ്മൾ പോയിട്ട് ഇംഗ്ലീഷുകാരനോടൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് അല്ല അവരെ സ്പർശിക്കുക, നമ്മുടെ ആ ഫീലിംഗ് ആണ്. അതെ, എക്സാക്ട്ലി. വാക്കുകളെക്കാളും കൂടുതൽ നമ്മളെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വാക്കുകൾക്കാണ് കൂടുതൽ. ഒരു ഇംഗ്ലീഷ് കുട്ടി, ബ്രിട്ടീഷ് കുട്ടിയും നമ്മുടെ കുട്ടിയും രണ്ടുപേരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അങ്ഷൻസും പങ്ക്ച്വേഷൻ ഒക്കെ ശരിയായിരിക്കാം, എല്ലാം ശരിയായിരിക്കാം, പക്ഷെ ഫീലിങ്സ് ഒരുപോലെ വരണമെന്നില്ല. പക്ഷെ ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പുള്ള കുട്ടിയാണെങ്കിൽ എന്നാലും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മലയാളത്തിൽ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
ടാർഗറ്റ് ചെയ്യുന്നത് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അതെ. അപ്പോൾ യു കെയിലും ഇപ്പോൾ യു എസിൽ ഒക്ടോബറിൽ തുടങ്ങാനിരിക്കുന്നു അച്ഛൻ പറഞ്ഞു. ലോഞ്ച് ചെയ്യും. ലോഞ്ച് മീൻസ് കുറെ വളണ്ടിയേഴ്സിനെ കണ്ടെത്തുക. ഓക്കെ. അപ്പൊ നമ്മളോട് ചെയ്യുന്നത് സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ്. സൈൻ പോസ്റ്റ് ഇപ്പൊ ഇതൊരു ഹോസ്പിറ്റലാണ്, ഇതൊരു പമ്പാണ്, ഡയറക്റ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ സൈൻ പോസ്റ്റ് വളണ്ടിയേഴ്സ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം റെഡി ടു ബിക്കം എ വളണ്ടിയർ ഓഫ് സൈൻ പോസ്റ്റ് വളണ്ടിയർ. ഒരാളെ ഗൈഡ് ചെയ്യാൻ. അപ്പോൾ ആള് ഇങ്ങനെ സംഘടിച്ചു, എനിക്കും അങ്ങനെ പ്രയാസം. ഒരു കാര്യം ചെയ്യും, ആ കേൾക്കാമെന്ന് വിളിച്ചാൽ തൻ്റെ ഡ്യൂട്ടി ആവും. താഞ്ഞൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വളണ്ടിയറിന്റെ ഡ്യൂട്ടി ഇന്ന സ്ഥലത്ത് ഇന്നത് കിട്ടും, ഇന്ന സ്ഥലത്ത് ഇന്നൊരു സംഭവം ഉണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന മറ്റേ ആളില്ലേ, അതെ, ഈ ആളാണ് സൈൻ പോസ്റ്റ്. അതായത് അവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസ്, സ്റ്റോപ്പ്, ലുക്ക് അറ്റ് ദ സൈൻ, മൂവ്, ലുക്ക് അറ്റ് ദ സൈൻ. ഇതാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ അവരോട് പറയുന്നു, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കും, പറയൂ വെയിറ്റ്, ഗോ ടു ദാറ്റ് പ്ലേസ്, ഗെറ്റ് യുവർ നമ്പർ ആൻഡ് കോൾ, ദിസ് ഈസ് കേൾക്കാം. അപ്പം അങ്ങനെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരെയാണ് ഒരു 10,000 പേര് നമ്മൾ ഈ UK കണ്ടെത്തുകയാണ്. ഇപ്പൊ എത്ര പേര് രജിസ്റ്റർ ചെയ്തു? ഇപ്പൊ ഒരു 1000 പേരോളം ആയിട്ടുണ്ട്. സൈൻ പോസ്റ്റിൽ തന്നെ ഈ ദിവസങ്ങൾ 1000 പേരായി. കാരണം ഇതിന് വേറെ പൈസ ചെലവില്ല, എൻ്റെ സമയം ചെലവുമില്ല. ഞാൻ സൈൻ പോസ്റ്റ് വളണ്ടിയർ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. എന്തെങ്കിലും ആളുകൾക്ക് എന്താണ് അവിടെ ചെയ്യണ്ടോ? വെരി സിമ്പിൾ. നിങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യും? നാളെ എങ്ങനെയാണ്? നഴ്സസ് അസോസിയേഷൻ ഐ എം റെഡി ടു ബിക്കം എ സൈൻ പോസ്റ്റ് വളണ്ടിയർ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു വലിയ പോണതിന് മുമ്പ് പറ്റുമെങ്കിൽ എല്ലാവരും ഒരു ഗ്യാതറിങ് കൊടുക്കും. അവർക്ക് ചെറിയൊരു ഫ്ലയർ ഉണ്ടാക്കിയിട്ട് യു ആർ എ സൈൻ പോസ്റ്റ് വളണ്ടിയർ, കേൾക്കാം, അവരുടെ റെക്കഗ്നിഷൻ. യെസ്. അപ്പോൾ അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം വെച്ചാൽ അച്ഛാ, ഇതിലേക്ക് വരുന്ന കൗൺസിലേഴ്സ് അതായത് ഒരു എഡ്യൂക്കേഷനുള്ള ആൾക്കാരുടെ കൗൺസിലേഴ്സ് മീൻസ് 1 hour ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനൊരു കോഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് കോഴ്സ്. അത് പാസ്സായവർ മാത്രമേ നമ്മൾ സംസാരിക്കാൻ അനുവദിക്കുള്ളൂ. അപ്പോൾ എവിടുന്ന് ആ കോഴ്സ് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. ഓക്കെ. അതിപ്പോൾ അമേരിക്കയിൽ നിന്നുള്ളവരും കേരളത്തിലുള്ളവരും അന്ന് ഫസ്റ്റ് ഡേ 130 പേര് അപ്പം തന്നെ സൈൻ ചെയ്തു. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് പ്ലഡ്ജ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു അന്ന്. ഇന്നിപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ കോഴ്സ് പാസ്സായാൽ യു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്, യു ആർ എ കൗൺസിലർ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ കോഴ്സ് പാസ്സായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയാം എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കാതിരിക്കണം. അത് വേണം. തീർച്ചയായിട്ടും. ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എന്ത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ കോഴ്സ് ആൾക്കാർക്ക് പാസ്സാകും. അപ്പോൾ ആരാണ് അവർ? റിട്ടയർഡ് ടീച്ചേഴ്സ്, IAS ഓഫീസേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് മതി നമുക്ക്, നഴ്സസ്, സൈക്കോളജിസ്റ്റ്, ഡോക്ടേഴ്സ്, ഇവരാണ് നമ്മുടെ. അപ്പോൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത ആരെയും നമ്മൾ അതിൽ വെക്കില്ല. അപ്പോൾ ഇവരെ മോണിറ്റർ ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവർ ചെയ്യുന്ന എത്രത്തോളം? ഇവർ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്പർ 2, ഈ കോള് പറയുന്ന ഈ കൗൺസിലേഴ്സിനും വിളിക്കുന്ന ആൾ പറയുന്നത് ദി കോൾ വിൽ ബി കംപ്ലീറ്റ് റെക്കോർഡ്. നമ്മൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താലും നിങ്ങളാണ് ഉത്തരവാദികൾ. സോ ബി വിജിലൻറ്റ്. നിങ്ങൾ സംസാരിക്കുന്നത് ഒരിക്കലും അയാൾക്ക് ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ വളരെ നമുക്കൊരു ലീഗൽ അഡ്വൈസർ ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അഡ്വൈസേഴ്സിൻ്റെ ബോർഡൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ? ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഇതിലേക്ക് ഇപ്പോൾ കൗൺസിലറായിട്ട് രജിസ്റ്റർ നമ്പർ ഇടാം. നമ്മൾ ജസ്റ്റ് കോൾ ആൻഡ് ഇൻഫോം യുവർ ഇന്റൻഷൻ. Yes, and the person who takes the telephone will guide you. This is the course and how long it is and how you get this certificate. Everything will be explained. ഓക്കെ. അതൊരു അച്ഛൻ പറഞ്ഞല്ലോ, അത് ഈ സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ കോഴ്സ് പാസ്സാവാൻ കേൾക്കാമിന് വേണ്ടിയിട്ടല്ലാത്തവരും വരുന്നുണ്ട്. ഇത് ഏത് ബിസിനസ്മാനും ഏത് കളക്ടർമാർക്കും പോലീസുകാർക്കും ആവശ്യമുള്ളൊരു കോഴ്സാണ്. എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വരുന്ന ആൾക്കാരെ എങ്ങനെ ഗൈഡ് ചെയ്യണം. അപ്പൊ സ്കൂളിലില്ലേ, അത് ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരില്ലേ, ഷോപ്പുകളിൽ വരില്ലേ, എല്ലായിടത്തും ഇത് ആവശ്യമുള്ളൊരു കോഴ്സാണ്. അവർ വരുന്നത് ചിലർ കേൾക്കാമിന് വേണ്ടി വരുന്നതല്ല, അവർക്ക് അവരുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഐ എം എ ബിസിനസ് മാൻ. I have to face so many people with stress. So I need a course. I want to participate in a course. How I
could deal with my people Current problems. who are in the company. So അയാളുടെ കാര്യത്തിന് വരുന്നത്. അതെ അതെ അതെ. ഈസ് ഒരു പോലീസ് ഓഫീസർ, മൊത്തം സ്ട്രെസ് അല്ലേ. അതെ. അയാൾക്ക് ഈ കോഴ്സ് പാസ്സായ അയാൾക്ക് അയാളുടെ പ്രൊഫഷനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതെ. കളക്ടർ, പ്രീസ്റ്റ്, നൺസ്, എനിബഡി, എല്ലാവർക്കും ടീച്ചേഴ്സ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ളൊരു കോഴ്സാണ്. അങ്ങനെ വരുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഇതിന്റെ കൂടി വളണ്ടിയർ ആവാം. സി, നിങ്ങൾക്കൊരു ദശാംശം പോലെ നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഒപ്പം യു ക്യാൻ ഹാവ്. നിങ്ങൾ ആഴ്ചയിൽ 1 മണിക്കൂർ, ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ ദിവസം 1 മണിക്കൂർ, ഓക്കെ. യുവർ കൺവീനിയൻറ്റ് ടൈം, ഈവനിങ്, നൈറ്റ്, മോർണിംഗ്, അറ്റ് എനി ടൈം. ഏകദേശം 244 ആഡ്സ് ഒരു വീഡിയോസ് ഞാൻ അച്ഛൻ്റെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. 244 ഇന്നലെ ഞാൻ എടുത്ത കൗണ്ടാണ്. 244 ആഡ്സ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ആഡ്സിലൂടെ അധികം ആൾക്കാരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ ചോദിച്ചാൽ എല്ലാവരിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇതല്ലാതെ മറ്റെന്താണ് അച്ഛൻ ചെയ്യുന്നത് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ? ഇപ്പോൾ സ്കൂളിലേക്കോ ഹോസ്പിറ്റൽ അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എത്തിപ്പെടാറുണ്ടോ? നമ്മളിപ്പോൾ ഒരു സംഭവം നട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ അവിടുത്തെ ഒരു ലോഞ്ച് കഴിഞ്ഞു, 10,000 കോളായി. ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇത് അപ്ഗ്രേഡ് ആവുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഓരോ ചിറകുകൾ വെച്ച് കയറ്റിക്കൊണ്ടുവരും. നമുക്കറിയില്ല. നമുക്കിപ്പോൾ ഒരു കടലിലേക്ക് നീന്തുമ്പോൾ അതിൽ എന്തെല്ലാം മീനുകളുണ്ട് നമുക്കറിയില്ല. ഉള്ളിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ മീനുണ്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു ഫോൺ നിങ്ങൾ വാങ്ങിച്ചു, ഇടയ്ക്കിടയ്ക്ക് അതിനോട് വരും എന്തെന്ന് പറയും, അപ്ഗ്രേഡ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ്. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ അപ്ഗ്രേഡ് ആയി. അതുപോലെ ഈ ഒരു പ്രോജക്റ്റ് കാലക്രമത്തിലാണ് ഓരോ നീഡുകളനുസരിച്ച് അപ്ഗ്രേഡ് ആവും. അപ്പോൾ ഇപ്പം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയി ഇതൊക്കെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിത് എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് 30 ദിവസം യാത്ര ചെയ്ത ആളാണ്. ഒന്നുമില്ല. അന്ന് ഞാൻ ചെയ്യരുത് പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ വിളിക്കൂ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പൊ അപ്ഗ്രേഡ് ആയത്. അതെ, തീർച്ചയായും. അന്ന് ഞാൻ ചെയ്തത് നടന്ന് ഞാൻ പേഴ്സണലി ചെന്ന് അത് ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സൂയിസൈഡ് ചെയ്താൽ ആൾക്കാർ പറയും, ഞാൻ നിങ്ങൾ രക്ഷപ്പെടല്ലേ ചെയ്യണേ, ആ കുടുംബത്തെ നിങ്ങൾ അപകടത്തിലാക്കാണ്. ആ വീട്ടിൻ്റെ ഒരു കുട്ടിയുടെ കല്യാണം നടക്കില്ല, ആ വീട് വിറ്റ് പോകേണ്ട വരും. അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിനായിട്ട് മാതാപിതാക്കൾ ജീവിക്കുകയാണ്. താങ്കൾ ചെയ്തു, താങ്കൾക്ക് സഹിക്കാൻ പറ്റാനാണ്. പക്ഷെ ബാക്കിയുള്ളവർ അതിനേക്കാളും വലിയ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി. അത് പറഞ്ഞിട്ട് പോരാനേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു രക്ഷാകവചം തീർക്കാൻ കേൾക്കാം പ്രോജക്റ്റ് ഉണ്ട്. അന്നതുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ വേറെ തലത്തിലേക്ക് എത്തി. നാളെ കഴിയുമ്പോൾ വേറൊരു തലത്ത് ചിലപ്പോൾ ഇവിടെ സർക്കാർ ഇവിടെ സമരിട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ ഹലോ അവര് വളണ്ടിയേഴ്സ് ആണെങ്കിലും ഇത്ര കമ്മിറ്റഡ് ആവണില്ല. നമ്മുടെ ആൾക്കാർ ഫുള്ളി കമ്മിറ്റഡ്. ഒരു 1 hour ഡെഡിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞവരെ നമ്മൾ വെക്കണല്ലോ. മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ ഹലോ അതെ എന്തിനിപ്പോ താനെ ആർക്കാരും ചെയ്യും, പോലീസിലേക്ക് വിളിക്കേ, ആമേ, അതല്ലല്ലോ ആവശ്യം. നമുക്ക് ആ മനുഷ്യൻ്റെ ആ സ്ട്രെസ്സും സ്ട്രെയിനും പതുക്കെ 1 മണിക്കൂർ ശാന്തമായിരുന്ന് അങ്ങനെ സംസാരിക്കണം. സത്യം. പക്ഷേ എനിക്കത് പറയുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഞാൻ പലതവണ എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ടായപ്പോൾ ഞാൻ പോട്ട ധ്യാന കേന്ദ്രത്തിൽ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അച്ഛൻ പറയുന്ന കാര്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ വേറെ കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സൂയിസൈഡ് തന്നെ വേണമെന്ന് നമ്മൾ പറയണില്ല കേട്ടോ. എനി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ചിലപ്പോൾ അത് ലീഡ് ചെയ്യും നിങ്ങളെ. ഇസി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സൂയിസൈഡ് ചെയ്യാറായിട്ടില്ല, കുറച്ചും കൂടി ആവട്ടെ എന്നിട്ട് വിളിക്കാം എന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഈ സൂയിസൈഡ് ഉണ്ടല്ലോ ആലോചിച്ചിട്ട് ചെയ്യണതല്ല, ഒരു ചെറിയ നിമിഷത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. മനസ്സിലായ? അല്ലാണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ സൂയിസൈഡ് ചെയ്യാറാവും അപ്പോൾ വിളിക്കാം. അതില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ജീവിതത്തിന്റെ വലിയ സംഘർഷങ്ങൾ നിങ്ങൾ വരിഞ്ഞു മുറുക്കുന്നത്, യു കോൾ. അതായത് ഈ ഒരു മേഖലയുണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിക്കുക, സൂയിസൈഡ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ നാളെ ഇന്ന സ്ഥലത്ത് കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാല് ഇത് ആരും ഇത് ആഗ്രഹിക്കുന്ന കാര്യമല്ല, ഇത് ഓൾറെഡി സഡൻ വരുന്നതാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ലണ്ടനിൽ വന്നിട്ട് ഇപ്പൊ ഒരു വാക്കത്തോൺ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ നടത്തി. ഇനി 2-ാം തീയതി പാർലമെന്റിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടെ നമ്മളൊരു ഗ്യാതറിംഗ് ഉണ്ട്.
ഇങ്ങനെ എവിടെ ഇപ്പൊ റിമി ടോമിയുടെ പല ഷോസിലും ആ ഷോസിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഡയറക്റ്റ് ടോക്കാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഡയറക്റ്റ് സ്പോക്കാണ്. അങ്ങനെ ഓരോ രാജ്യത്തും ഇത് പെട്ടെന്ന് ഓൾ ഓൺ സഡൻ ഒരു കമ്പനി ഉണ്ടാവില്ല. ചെറിയ ഷോപ്പ്, ടീ ഷോപ്പ്, വലിയ ഷോപ്പ്, അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. അതുപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് പറ്റുള്ളൂ. ഇത് ഇപ്പം ഏറ്റവും പവർഫുൾ ആയിട്ട് മീഡിയ സോഷ്യൽ മീഡിയയാണ്. അതിനേക്കാൾ വലുത് ഇപ്പോൾ ഒരു ക്രൗഡിനെ വിളിച്ചു കൂട്ടി ഒരു 10,000 പേരുടെ വലിയൊരു ക്രൗഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചു. ഓക്കെ, എത്ര എക്സ്പെൻസീവ് ആണെന്ന് നോക്കൂ. നമ്പർ 1. നമ്പർ 2, ഈ 10,000 പേരിൽ 1000 പേര് ടച്ചായി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഭംഗി കണ്ടുന്നുണ്ടാവും, ബാക്കി വല്ലതും കണ്ടുന്നുണ്ടാവും. സോഷ്യൽ മീഡിയ എന്താ പ്രത്യേകത എന്നറിയോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ഫോൺ എടുത്ത് ടച്ച് ചെയ്താൽ അതിലൊരു പിക്ചർ വന്നാൽ നിങ്ങളുടെ എല്ലാ ഡിസ്റ്റർബൻസ് ഔട്ടായി. യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഫോൺ. നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകത വെച്ചാൽ നിങ്ങളൊരു പിക്ചർ ഒരു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോവില്ല. ഞാൻ അവിടെ നിന്ന് ടോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കും, ശരിയല്ലേ? ഞാൻ അവിടെ നിന്നിട്ട് 10,000 കൂടെ ശ്രദ്ധിക്കുവിൻ ഒറ്റ ബഹളെടുത്താലും ഞാനൊക്കെ നോക്കും. പക്ഷെ നിന്റെ മൊബൈലില് ഞാൻ സംസാരിക്കരുത്, നീ വീഡിയോ ഓൺ ചെയ്താൽ എന്നെ നോക്കാണ്ടിരിക്കാൻ നിനക്ക് പറ്റില്ല. അപ്പൊ സോഷ്യൽ മീഡിയയുടെ പവർ എന്തെന്ന് വെച്ചാല് ഒരാളില്ല, ഒറ്റ സമയം. അത് ഞാൻ അങ്ങനെ ചില പ്രോജക്റ്റുകളുടെ പ്ലാൻ ഉണ്ട്. ലോകത്തിലെ എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാരോടും ആഹ്വാനം കൊടുക്കുന്നു. അവരോട് പ്ലാൻ ചെയ്യുന്നുണ്ട് മലയാളികളോട്. ഇന്ന ദിവസം ഇന്ന സമയം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കേൾക്കാം, ഇരിക്കടോ നമുക്ക് കേൾക്കാം. ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യണം, എല്ലാവർക്കും അറിയിച്ച് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്യും, ഇന്ന സമയം ഇന്ന ദിവസം. സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ഒക്കെ ഉണ്ട്, അന്ന് ഒരൊറ്റടിക്കും. അതിലെല്ലാവരും ഒന്നും ചെയ്യില്ല. പക്ഷെ ലോകത്തുള്ള എല്ലാ മലയാളിയോടും ഞാൻ പറയും, എല്ലാവരും സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കണം. ആ സമയം നിശ്ചലമാകണം. ലോകത്തിലെ എല്ലാ മനുഷ്യ മലയാളികളും പറയണം, ഇരിക്കടോ നമുക്ക് കേൾക്കാം, കേൾക്കാൻ ഞാനുണ്ട്. ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ലക്ഷോപലക്ഷം മലയാളികൾ സംസാരിക്കണം. ഇരിക്കടോ കേൾക്കാൻ ഞാനുണ്ട്. ഒറ്റ വാക്ക് നീ പറയുന്നുണ്ട്, ഫോൺ എടുത്തിട്ട് കേൾക്കാൻ ഞാനുണ്ട്. ഇങ്ങനൊരു മുന്നുണ്ടായ കത്തിക്കേറും. ഒരു മിനിറ്റ് ഞാൻ ഇവിടുന്ന് ആ കേൾക്കാൻ ഞാനുണ്ടെന്നുള്ള വാക്ക് ഞാൻ എൻ്റെ ചെവിയിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നു. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ലോകത്തിപ്പോൾ അതാണ് ഇല്ലാത്തത് അല്ലേ? നമ്മൾ ആൾക്കാരോട് പറയണതേ, നിങ്ങൾ ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കൂ. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ളൊരു ലോകത്തോട് നമ്മൾ പോകുന്നത്. എല്ലാം നെഗറ്റീവ്. ഒരാൾ നന്നാവണത് ഇഷ്ടമല്ല. സത്യം. എല്ലാവരും നശിച്ച് കാണണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ ആരും നന്നാവരുത്, ഞാൻ മാത്രം നന്നാവണം. എന്തുട്ട് പരിപാടി ഇടുന്നത് ശരിയല്ലല്ലോ സത്യം. കാരണം ഞാൻ നന്നാവണമെങ്കിലേ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുടി വെട്ടണത് നന്നാവണമെങ്കിൽ എൻ്റെ തലയിലെ മുടി നന്നായ പോലെ മുടി വെട്ടുകാരൻ നന്നാവണ്ടേ? അയാളെ വെട്ടണത്. എൻ്റെ രോഗം മാറണമെങ്കിൽ എനിക്ക് കാച്ചുണ്ടായാൽ പോരാ, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ നന്നാവണ്ടേ? അയാൾ ചീത്തയാണെങ്കിലോ? അയാൾ നിന്റെ വയറ് കയറി 3-4 സാധനങ്ങൾ, ഇത് എന്ത് വെറുതെ കുറേ സാധനങ്ങൾ, ഇത് കിഡ്നി അതിലൊന്നെടുത്ത് മാറ്റി വെച്ചാല. അയാൾ നല്ലതല്ലെങ്കിൽ വയറ് ഓപ്പറേഷൻ തുടങ്ങിയതാണ്. നോക്കിയപ്പോൾ കുറേ സാധനങ്ങൾ, ലിവർ, കിഡ്നി, ഇതെന്തിനു നിനക്ക് ഇതൊക്കെ ഒരെടുത്ത മാറ്റി, നീ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഡോക്ടർ നന്നാവണം. നീ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ നന്നാവണ്ടേ? അല്ലെ അയാൾ ചീഞ്ഞ സാധനം കിട്ടുന്നത് നീ തിന്നു വയറ്റിൽ വരാൻ പിറ്റേ ദിവസം ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ നന്നാവണം. നീ ഒരു സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നീ ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോൾ ആ കടക്കാരൻ നന്നാവണ്ടേ? നല്ല ഷർട്ട് നിനക്ക് തരുള്ളൂ. അപ്പം നീ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നന്നായാലും നിനക്ക് നല്ലതാവാൻ പറ്റും, അല്ലാതെ നീ തനിച്ച് നന്നാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് ഞാൻ ആൾക്കാരോട് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവർ നല്ലവരാണെന്ന് ചിന്തിക്കേ, നന്നാവുമ്പോൾ സന്തോഷിക്കുക. അല്ല, അത് നിനക്ക് തന്നെയാണ് ഗുണം. അതെ, സത്യമാണ്. ഒരു മന്ത്രി നന്നായാലും നല്ല റോഡ് ഉണ്ടാവുന്നത്, മന്ത്രി മോശമായ പൊട്ട റോഡായി. ഈ റോഡിന് കുറ്റം പറയണേക്കെന്നാണ് മന്ത്രി നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കേ. അപ്പൊ മന്ത്രി കക്കില്ല, ഏതിന്ന് ഈ റോഡിന്റെ പണിന്ന് കക്കില്ല, അവൻ നന്നാവും.
ഈസി മറ്റുള്ളവർ നന്നായാൽ അതിൻ്റെ ഫലം നമുക്കുണ്ടാവുന്നു. തീർച്ചയായും. നമ്മൾ വിചാരിക്കുന്നത് അവൻ നന്നായാൽ നമുക്കെന്താ കാര്യം? കാര്യമുണ്ടെന്ന് ഇപ്പം ഞാൻ അത്രയും പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ കാര്യമുണ്ടോ എന്നുള്ളത്. കാര്യമുണ്ട്, ഉറപ്പായിട്ട് കാര്യമുണ്ട്. ഒരു ഡോക്ടർ നന്നാവണം, നേഴ്സ് നന്നാവണം, ടീച്ചർ നന്നാവണം, മന്ത്രി നന്നാവണം, പ്രധാനമന്ത്രി നന്നാവണം. അത് നന്നായി നമുക്ക് അതിന് ഗുണമുണ്ട്. നീ നന്നായി അവർക്കും ഗുണമുണ്ട്. ഇതെല്ലാവരിലേക്ക് എത്തട്ടെ അച്ചോ, ഈ ഒരു ആശയം എല്ലാവരിലേക്കും എത്തട്ടെ അല്ലേ. നമ്മൾ നന്നാവുന്നതോടൊപ്പം തന്നെ മറ്റൊരു നന്നാവട്ടെ എന്നുള്ള മനസ്സ് വരുമ്പോൾ തന്നെ അവിടെ പകുതി കൂടുതൽ പ്രശ്നം അവിടെ തീർന്നു. വളരെ നല്ലൊരു ആശയമാണ് അച്ചോ. UK ഇപ്പം നമുക്കിവിടെ ഇപ്പം നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഇപ്പം നാട്ടിൽ നമ്മുടെ കൗൺസിലേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ UK റൂൾസിൻ്റെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അവിടെ ഉടൻ തന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് ഓൺലൈൻ കോഴ്സാണ് അതല്ല. അല്ല, പക്ഷെ ഇവിടെ നമുക്ക് ഒരു കൗൺസിലായിട്ട് രജിസ്റ്റർ ആണെങ്കിൽ ഇതിപ്പം എങ്ങനെയാണ് ഇവിടെ UK അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട, ഇത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത കോഴ്സല്ല. നമ്മൾ ഈ ഒരു കോഴ്സിന് മാത്രമുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ഓക്കെ. കൗൺസിലർ എന്നുള്ള കോഴ്സ് ഇതല്ല കൊടുക്കുന്നത്. ഒരു സൂയിസൈഡ് ചെയ്യാൻ വരുന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാതിരിക്കണം, അതിന് വേണ്ടതായ ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ റൂൾ വെച്ച് നോക്കുമ്പോൾ UK റൂളുകൾക്ക് വ്യത്യാസമുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു കൗൺസിലായിട്ട് രജിസ്റ്റർ ആവണമെങ്കിൽ അതല്ല കൗൺസിലറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒറ്റ ഓൺലൈൻ കൊണ്ട് പറ്റില്ല. അത് മോർ സ്റ്റഡി. ഇതെന്താ വെച്ചാല് വോളണ്ടറി സർവീസ് ചെയ്യാൻ. പക്ഷെ വോളണ്ടറി ആണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ട കുറെ ഘടകങ്ങൾ അതവരെ ബോധ്യപ്പെടുത്തുന്നു. അതിനൊരു കോഴ്സ് കൊടുക്കണമെന്നുള്ള. അല്ലാണ്ട് കൗൺസിലർ ആവാനുള്ള കോഴ്സ് ഇത്തിരി ഹെവിയാണ്. അതെ, കാരണം UK കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിലൊക്കെ. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല അല്ലേ, ഇത് ഏത് ജനറിക് ആയിട്ടുള്ള ആൾക്കും അത് പറ്റും. പക്ഷെ പാസ്സായതിനു ശേഷം ഒരു പ്രിലിമിനറി എഡ്യൂക്കേഷൻ വേണം, അല്ലാണ്ട് പറ്റില്ല. അമേരിക്കയിലുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ട്, ജപ്പാനിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ UK മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. ഇവരൊക്കെ പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ കോഴ്സ് പാസ്സായി. ഇപ്പം താനിപ്പോൾ ഇൻ്റർവ്യൂ എന്നെ നടത്തുന്നു. ഇതിന് തനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? യു ഹാവ് എ പേഴ്സണൽ ട്രെയിനിങ്. എക്സാക്ട്ലി. അല്ലാണ്ട് വേറെ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലേ. അല്ലെങ്കിൽ താനിക്കത് വേറെ ആൾ ഇരിക്കില്ല. അതാ വൈ യു ആർ ഹിയർ. അതിനുള്ളൊരു ട്രെയിനിങ് താൻ പാസ്സായിട്ടുണ്ട്. പാസ്സാവെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അല്ല. ഐ എം ട്രെയിൻഡ് ഫോർ ദാറ്റ്. അത്രയും വീണ്ടും നമുക്ക് നമ്മൾ ഒരാളെ മരണത്തിൻ്റെ ആ ഒരൊറ്റ കോള് അത് കഴിഞ്ഞിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് ടു കൗൺസിലിംഗ് ഓഫീസിലേക്ക് പോകുന്നത്, പ്രൊഫഷണൽ കൗൺസിലേഴ്സിന് പോകുന്നത്. നമ്മൾ ആ ഒറ്റ കോള് മാത്രമേ ഇവർ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഹീ നീഡ്സ് മോർ കൗൺസിലിംഗ്. ദാറ്റ് പേഴ്സൺ വിൽ ഗൈഡ് ദാറ്റ് പേഴ്സൺ ടു കൗൺസിലിംഗ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് കൊടുക്കും. ഇയാളുടെ റോള് ഫസ്റ്റ് കോൾ 1 hour. മറ്റേ ട്രെയിനിങ് ഒന്നും ഫോണിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല. ചിലർക്ക് മരുന്ന് കൊടുക്കണം, ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് കൗൺസിലിംഗ് കൊടുക്കണം. അതൊക്കെ പറയാം. നിങ്ങൾക്കൊരു കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആവശ്യമുണ്ട്. തയ്യാറാണോ? അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവർ രജിസ്റ്റേർഡ് കൗൺസിലറായിട്ട് ആൾക്ക് നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കും. അവർക്ക് ചിലപ്പോൾ ഇൻ പേഴ്സൺ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കും. ഇത് ഇവരുടെ ഡ്യൂട്ടി. ഇവർ ഈ ആള് മൊത്തം ഇനി കാര്യങ്ങൾ ഏറ്റെടുക്കലൊന്നുമില്ല. ഈസി സംസാരിക്കാന്ന് മാത്രമേ പറയുള്ളൂ. നമ്മള് ഇരിക്കടോ, നമുക്ക് കേൾക്കാം. 1 മണിക്കൂർ നിങ്ങൾ ഒരാളെ കേൾക്കുക. ദാറ്റ്സ് ഓൾ. അപ്പം ഈ ടോൾ ഫ്രീ നമ്പേഴ്സ് ഇന്ത്യയിലും UK ഉണ്ടോ? UK 15 നമ്പർ എടുത്തുള്ളത്. പക്ഷേ വാട്സപ്പ് നമ്പർ ആയതുകൊണ്ട് ലോകത്തിലെ ആർക്കും വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ. ഈ നമ്മുടെ UK മൈൻഡ് UKയും അതുപോലെ സമാരിറ്റനും അല്ലാതെ ഇപ്പം മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് കേൾക്കാം. ആദ്യമായിട്ടാണ്. അതെ. ലോക ചരിത്രത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒരു പരിപാടി ഇല്ല മലയാളികളിൽ. നമ്മുടെ സർക്കാരിനൊക്കെ ഉള്ളതൊന്നും വിളിച്ചിട്ട് അങ്ങോട്ട് ഗൈഡ് ചെയ്യാനേ മാത്രമേ ഉള്ളൂ. നമ്മളതല്ല 1 hour അവരോട് കൂടെ സംസാരിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ്. ഇഫ് സംബഡി ഈസ് അറ്റ് ദി ഇമ്മീഡിയറ്റ് റിസ്ക് ഓഫ് സൂയിസൈഡ്, ഇപ്പം തീരുമാനിക്കുകയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഒരു തോന്നൽ വന്നു, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ എന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ കോൾ വരുന്നതെങ്കിൽ, അപ്പം ആ സിറ്റുവേഷനിൽ എങ്ങനെ ആ കൗൺസിലിൽ നിന്ന് ഈ സിറ്റുവേഷനിൽ നാളെ പിരിക്കാം? സംസാരത്തിലൂടെ മാത്രം ആൾ ഉറപ്പാക്കി ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. വാട്ട് എമർജൻസി സ്റ്റെപ്പ് ക്യാൻ ബി ടേക്കൺ? ആ ട്രെയിനിങ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. അതൊരു എത്രയും അതൊരു സംസാരത്തിലൂടെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇല്ലില്ല. എല്ലാവരും ഒന്നും സോൾവ് ചെയ്യും. കൗൺസിലേഴ്സിനും സേവ് ചെയ്യാൻ പറ്റില്ല. എത്ര കൗൺസിലറിനടുത്ത് എത്ര ആൾക്കാർ പോയി സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മള് ഒരു ചരട് ഇട്ട് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അയാളെ ചരട് പിടിക്കണില്ലെങ്കിൽ മുങ്ങി താഴില്ലേ? വെള്ളത്തിലുള്ള മുങ്ങി താഴെയാണ്.
അപ്പോൾ നമ്മളിടാ ചാട്ടി പിടിക്കടാ, ഞാൻ പിടിക്കണില്ല, കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അത് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് അവരെ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അതൊരു വലിയൊരു സിസ്റ്റം, ഒരു കോഴ്സ് ഉണ്ട് അതിന്. ആ കോഴ്സ് ഓൺലൈനിൽ പാസ്സായാൽ മാത്രമേ അവരുടെ നമ്പറേ നമ്മൾ കൊടുക്കുള്ളൂ എന്ന്. ഏതിന്? ഈ ഫസ്റ്റ് കോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് താങ്കൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് തിരിക്കാൻ, ഏത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കണം. അതിപ്പോൾ ഞാനിപ്പം മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അടുത്തൊരു കോഴ്സ് ഈ കൗൺസിലേഴ്സിന് കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനുണ്ടാവില്ല ഞാൻ അതിൻ്റെ മോറൽ, അതിൻ്റെ സ്പിരിച്വൽ തലം പറയും. ടീച്ചേഴ്സ്, കൗൺസിലിംഗ് ടീച്ചേഴ്സ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പാസ്സായവരെ മാത്രമേ നമ്മളതിൽ വയ്ക്കുന്നുള്ളൂ. ഞാൻ ഈ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല ചോദ്യങ്ങൾ അവിടെ മനസ്സിലുണ്ടാവും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ചോദ്യങ്ങൾ ഒക്കെ ഞാൻ ചോദിക്കുന്നതാണ് അച്ഛനോട് ചോദിക്കുന്നത്. അച്ഛൻ ഒരിക്കലും ഒഫൻഡഡ് ആവരുത് കേട്ടോ. ഈ പല കോളേഴ്സിൻ്റെയും ഈ ഇവരുടെ ഐഡൻറ്റിറ്റി ഒരു സേഫ് ഗാർഡ് ചെയ്യുന്ന ഏത് രീതിയിലാണ് വെച്ചോ? കാരണം കുറേ പേര് വിളിക്കും, പലർക്കും അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് പോകണമെന്ന് ആഗ്രഹമില്ല. സോ വാട്ട് മെഷേഴ്സ് ഡു യു ടേക്ക് ടു സേഫ് ഗാർഡ്? അവരോട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുറയ്ക്കാൻ നിങ്ങൾ പറയണം. നമ്മൾ അതാണ് കൊണ്ട് ഇതൊരു കോൾ ടോട്ടലി റെക്കോർഡഡ്. അതിനുള്ള പേയ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ ആ കറക്റ്റ് കോള് നമ്മുടെ കയ്യിലുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഞാൻ ഇന്ന ആളാണ്, ഇതൊന്നും പറയണത് നമ്മൾ പറയണം. വാട്ട് ഈസ് യുവർ സ്ട്രെയിൻ, വാട്ട് ഈസ് യുവർ സ്ട്രെസ്, യു ജസ്റ്റ് എക്സ്പ്ലെയിൻ, ഐ ക്യാൻ ഗൈഡ് യു. ഇരിക്കെ, യു ടെൽ ഓൾ ദ പ്രോബ്ലംസ്. നീ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ പ്രോബ്ലം നിന്റെ വായ കൂടെ പുറത്തു പോയി. ഇനി വായിലേക്ക് എടുത്തിട്ടാണെന്നാ മതി. നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു നോക്കിയാ, ഇപ്പൊ ഞാൻ താങ്കളോട് കുറെ കാര്യം പറഞ്ഞില്ലേ, ആ പറഞ്ഞതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അപ്പൊ നമ്മൾ എൻ്റെ ഒരു വിഷമം ഞാനൊരാളോട് പറഞ്ഞു, ആ വിഷമം മുഴുവൻ പോയില്ലെങ്കിലും അത്രയും പോയി നമ്മുടെ കയ്യിൽ. ആരോടും പറയാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ജെനുവിനായിട്ട്, റിയലിസ്റ്റിക്കായിട്ട്, ക്രെഡിബിളായിട്ട് ഒരാളോട് സംസാരിക്കാൻ നിനക്ക്, അയാൾ നിന്റെ ഐഡന്റിറ്റി പുറത്ത് പറയില്ല. കാരണം അതിന് പുറത്ത് നിന്നോട് ചോദിക്കണില്ല, നീ ആരാണ് എന്നും ചോദിക്കണില്ല. വാട്ട് ഈസ് യുവർ പ്രോബ്ലം, ഓക്കെ ടെൽ മീ, എവിടെ നിന്നാണ് വിളിക്കണേ, ആരാണ് വിളിക്കണേന്നൊന്നും പറയേണ്ടത് നമുക്ക് ആവശ്യമില്ല. നിന്റെ സ്ട്രെസ് നീ പറയണെങ്കിൽ നമ്മൾ അതിലൊന്നും തടസ്സം പറയണില്ല. You can tell and or not. ഇത് റിലീജിയൻ്റെ ഒരു ബാരിയർ വരുന്നില്ലല്ലോ. ഇപ്പൊ റിലീജിയൻ ചിലർ വിശ്വാസം ഉള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നീ ആരാണെന്ന് പോലും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതാണ് നിന്റെ സ്ട്രെസ് മാത്രം പറഞ്ഞാൽ മതി. യുവർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇത് ഞാൻ എടുത്തൊന്നും ചോദിക്കേണ്ട, കാരണം പലർക്കും ഉണ്ടാവും ഈ ഒരു ക്രിസ്ത്യാനി അച്ഛൻ നടത്തുന്ന ഒരു കാര്യം ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും വിളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. എന്റെ മുമ്പിൽ ഒരു മനുഷ്യനും അവന്റെ സംഘർഷവും, അതെ, അത് മാത്രമേ ഉള്ളൂ. മതം ഒരു പ്രശ്നമേ അല്ല അവിടെ. ചിലപ്പോൾ അവൻ്റെ മതമായിരിക്കും അവൻ്റെ സംഘർഷം, അവൻ്റെ വീടായിരിക്കും അവൻ്റെ സംഘർഷം, അവൻ്റെ ഓഫീസായിരിക്കും അവൻ്റെ സംഘർഷം, അവിടെ ശാരീരിക അവസ്ഥയായിരിക്കും സംഘർഷം. സംഘർഷത്തിന് പല പല കാരണങ്ങളുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവൻ ഷെയർ ചെയ്തെന്ന് വരും. ഓക്കെ, യു ക്യാൻ ഷെയർ എവരിത്തിങ്. നമുക്ക് എല്ലാം പങ്കുവയ്ക്കാം. അങ്ങനെ ഒരാൾ കിട്ടണ്ടേ? ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, അതിലിപ്പോൾ ഇത്ര ഇരിക്കണേ. ഞാൻ ചോദിക്കട്ടെ, തോമസ്, നിന്റെ ഭാര്യയുടെ മുമ്പിൽ 1 മണിക്കൂർ ഇരിക്കുന്നത് സംസാരിക്കാൻ എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമെന്ന് ചോദിച്ചേക്കണം. ഇത്രയും സമയം 1 മണിക്കൂർ എനിക്ക് ഇതിനോട് പോയാടുന്നു, 1 മണിക്കൂർ സംസാരിക്കുക. എന്റെ ഭാര്യ പോലും തയ്യാറാവില്ല. പിന്നെ 1 മണിക്കൂർ എന്തൊരു വർത്താനം പറയാൻ ഇരിക്കണേ, അല്ല എനിക്ക് ഓരോ വിഷമമുണ്ട്, ആ വേറെ വല്ലതും എന്താ പറയുക, ഇരിക്കില്ല. നിന്റെ ഭർത്താവ്, തോമസ് ഏട്ടാ ഇരിക്കുക, എന്താണ് എനിക്ക് കുറേ സങ്കടങ്ങൾ പറയാനുണ്ട്, ആക്കെ എനിക്ക് പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാ, എന്നാലും എനിക്ക് പറയാണ്ടെന്ന് നീ വേറെ എന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവും ഭാര്യ പോലും 1 മണിക്കൂർ നേരം ഇരുന്ന് തരുമോ? തരില്ല. അല്ലെ, ആ സമയത്താണ് നമ്മളോട് പറയുന്നത്, നിനക്കൊരാളുണ്ട് 1 മണിക്കൂർ നേരം സംസാരിക്കാൻ, കേൾക്കാൻ, നിന്നെ കേൾക്കാൻ. റിസ്ക് പിടിച്ചൊരു മേഖലയാണ് നമ്മൾ എടുക്കുന്നത്. തീർച്ചയായും. പക്ഷെ അയാളുടെ റിസ്ക് പോലും ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കുന്നത്. അത് വലിയൊരു റിസ്കിലല്ല ആൾ വിളിക്കണത്. അച്ഛാ, ഇതൊരു വോളണ്ടറി സർവീസ് ആണല്ലോ. അപ്പോൾ ഇതിലുള്ള ക്വാളിറ്റി സർവീസ് ആവട്ടെ, ഇതിൻ്റെ അകത്തുള്ള കൺസിസ്റ്റൻസി ആവട്ടെ, ഇതൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ കുറേ സുമനസ്സുകളാണ് ഈ ഒരു കോസിൻ്റെ നൊബിലിറ്റി കണ്ടിട്ട് ഇതിൻ്റെ ഫിനാൻഷ്യൽ അതുപോലെ തന്നെ മറ്റ് ക്വാളിറ്റി കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ സുമനസ്സുകൾ UK-ലുള്ള ആൾക്കാരുണ്ട്, നാട്ടിലുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇതിനും ഫിനാൻഷ്യലിയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ടല്ലോ, അതൊക്കെ അവർ തരുന്നു. പിന്നെ ഇവിടെ പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജസ്നയുടെ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള 2 കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഇപ്പോൾ തൃശ്ശൂർ കേരളത്തിലുണ്ട്, ഇവിടെയുണ്ട്. അവരുടെ ക്വാളിറ്റി ഇപ്പോൾ എനിക്കത് UK സൈക്കോളജി ഫെല്ലോ ആയിട്ട് ഈ കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള ഏക വ്യക്തി ഡോക്ടർ ജസ്നയാണ്. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയുടെ ഒരു സർക്കിളാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് UK മാത്രമല്ല നാട്ടിലുണ്ട്. നാട്ടിലുണ്ട് വലിയൊരു ഇതുണ്ട് അവിടെ, വലിയൊരു ഓഫീസ് തന്നെയുണ്ട് അവിടെ. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഈ കേൾക്കാം എന്ന പ്രോജക്റ്റിലേക്ക് ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് ആഗ്രഹിക്കുന്നുണ്ടോ? അത് അവർ എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് ഇത്ര നാളായിട്ട്? ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ഒരു സ്റ്റാർട്ടപ്പേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു കാര്യമുണ്ടല്ലോ, ഒരു കാര്യം അതിൻ്റെ ഒരു പാകെത്തുമ്പോഴാണ് നമുക്ക് പറയാനുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു വരുന്നതല്ല. ഞങ്ങളിങ്ങനെ ചെയ്തു, ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായി എന്ന് വരുമ്പോഴാണ് മറ്റുള്ളവർ പലരും എൻഡോഴ്സ് ചെയ്യാനായിട്ട് പലരും വരുള്ളൂ. നമ്മൾ പല കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പറച്ചിലല്ല ആവശ്യം. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, എന്ത് കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ പറയും. ചെയ്യും എന്ന് പറയുന്നതല്ല. അപ്പം നമ്മൾ ഇത്രയും കാര്യം 10,000-3,000 പേരെ നമ്മൾ കേട്ട് കഴിഞ്ഞു അവരെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് സമൂഹത്തിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഭാവിയിൽ അച്ഛൻ ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് ആഗ്രഹിക്കുന്നുണ്ട്? ആ ഗവൺമെന്റ് ഇങ്ങോട്ട് വരണം, നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരിക്കും. കാരണം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ എന്തോ ബെനിഫിറ്റിന് വേണ്ടി അങ്ങോട്ട് ചെല്ലണമെന്ന് ചിന്തിക്കും. അത് പാടില്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാം. ആൾക്കാർ നല്ലത് കേട്ട് ഇപ്പം ഞാൻ കിഡ്നി കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കിഡ്നി കൊടുക്കണം അങ്ങനെ ഞാൻ നടന്നിട്ടില്ല. പക്ഷെ 1000കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ കൊടുക്കാച്ചാന്ന് പറഞ്ഞിട്ട്, സ്വന്തം ഭാര്യയ്ക്കും ഭർത്താവിനും സഹോദരനും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് വേണ്ടത്. ശരിക്കും പൂവിൽ നിറയെ തേനുണ്ട്. പൂ പോയിട്ട് പൂമ്പാറ്റകളെ തേനീച്ചകളെ വരൂ എനിക്ക് തേനുണ്ട് കേട്ടോ പറയേണ്ട ആവശ്യമില്ല. പൂമ്പാറ്റയും തേനീച്ചകളൊക്കെ പൂവിലേക്ക് വരുന്നത് പോലെ എവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നുവോ അവിടേക്ക് ദൈവപരിപാലനയും മനുഷ്യരുടെ വലിയ സപ്പോർട്ട് അവിടെ കയറി വരും. അതുണ്ടാവട്ടെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഗവൺമെന്റ് ഇന്റർഫറൻസ് ഉണ്ടാവട്ടെ. നാളെ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഉണ്ടാവും. അച്ഛോ, ഈ ഒരു കാര്യം നമ്മുടെ ഈ കേൾക്കാം എന്നൊരു ആശയം നിങ്ങളുടെ ഈ പ്രോജക്റ്റ് നടക്കുമ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ടീം ഔട്ട്സൈഡിൽ നിന്ന് വരുന്നുണ്ടോ? അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിറ്റിംഗ് ടീം നിങ്ങൾ റെഡിയാക്കി? നമുക്കിതിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്മാരുണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. ഒരു ടീം ഓഫ് പീപ്പിൾ ഉണ്ട്. നമുക്ക് ഇതിനൊരു ബോഡി ഉണ്ട്. ആ ബോഡിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ്. റെക്കോർഡഡ് കോൾസ് പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വളരെയധികം മോണിറ്റർഡ് ആണ്. ടീമുണ്ട് നമുക്ക്. അത് ഇവിടെയാണ് ബേസ്ഡ് ആയിട്ടുള്ളത്. UK മലയാളികളാണ് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ഹയർ ബോഡി ആയിട്ട് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, കസ്റ്റംസ് കമ്മീഷണർ ടിജു ജേക്കബ്, സന്തോഷ് കുളങ്ങര, മുതുകാട്, ഇങ്ങനെയുള്ള സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അഡ്വൈസറി ബോർഡുള്ളത്. അവരാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇപ്പോൾ ഒരവസരത്തിൽ ജസ്റ്റിസ് ചോദിച്ചു, നമ്മുടെ കോളുകൾ കോളുകൾ വരാത്ത എന്ന് അന്വേഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, സാറേ കോളുകൾ വരാണ്ടിരിക്കട്ടെ, കോളുകൾ വരാണ്ടിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അവസരം ഉണ്ടായിട്ട് വിളിക്കാണ്ടിരിക്കരുത്. അതായത് നിങ്ങളൊരു സ്ട്രെസ് സെൻസിന് വിളിക്കാണ്ടിരിക്കരുത്. അപ്പോൾ ആൾക്കാർ വിളിക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ ആഗ്രഹമില്ല. ആരും സൂയിസൈഡ് ചെയ്യരുതെന്ന് നമ്മുടെ ആഗ്രഹം. അത് ഭയങ്കര പോയിന്റാണ് കേട്ടോ. നമ്മളിത് തുടങ്ങി വെച്ച് നമുക്ക് കോൾ വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കോൾ വരാതിരിക്കട്ടെ. നമ്മൾ രണ്ടും കാണാണ്. ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നു, കോളും വരുന്നില്ല, അപ്പോഴാണ് പ്രശ്നം. ശരിയല്ലേ? ആൾക്കാർ കണ്ടമാനം സൂയിസൈഡ്, അപ്പൊ അവർക്കൊന്നും വിളിക്കാമായിരുന്നില്ലേ എന്നതാണ് ക്വസ്റ്റ്യൻ. ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നില്ല, കോളും വരുന്നില്ല, ഓക്കെ, വെൽ ഡൺ. അതിന്റെ അർത്ഥം ആൾക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു. നിങ്ങൾ ഇത് മാത്രമാണ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇങ്ങനൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അൾട്ടിമേറ്റ് തിങ്, ഡോണ്ട് കമ്മിറ്റ് സൂയിസൈഡ് എന്നുള്ളതാണ്. എക്സാക്ട്ലി. അച്ഛാ, ഈ കേൾക്കുന്ന കൗൺസിലേഴ്സ് ഇവർ തന്നെ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ഡെഫിനറ്റ്ലി അച്ഛൻ പറഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷെ എന്തായാലും ചില സിറ്റുവേഷൻസിൽ ദി നോട്ട് ഇൻ എ പൊസിഷൻ ടേക്ക് അനദർ ഡിസിഷൻ. ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് തന്നെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടല്ലേ രോഗിയുടെ അടുത്ത് ഉണ്ടാവും. ഏത് മേഖലയിലെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മളോട് പറയുന്നുണ്ട്, യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഹിയർ ദ കോൾ, ടേക്ക് ദ കോൾ, ഡോണ്ട് ടേക്ക് ഇറ്റ്. അവർ നമ്മൾക്ക് ഇൻഫർമേഷൻ തരണം.
ഞാൻ ഈ മൂഡിലാണ്, എനിക്കിന്ന് പറ്റില്ല, ഞാൻ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട്. അത് ഈ ട്രെയിനിങ്ങിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക്. നിങ്ങൾ നല്ല പൊസിഷനിലല്ലാത്ത സമയത്ത് ഡോണ്ട് ടേക്ക് എനി കോൾ. കാരണം അത് അവന് അത് ഏത് മേഖല, ഇപ്പോൾ അഡ്വക്കേറ്റ് ആണെങ്കിലും ഞാൻ ചോദിച്ചൊരു എഞ്ചിനീയറാണ്, അദ്ദേഹം സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ സമയത്ത് ഒരു കെട്ടിടം പണിയുന്ന സമയത്ത് അയാൾ വല്ലതൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ കെട്ടിടത്തിന് ബാധിക്കില്ലേ? അത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് മേഖലയിലും അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ ഒരു പെർസെൻറ്റേജ് നമുക്ക് എപ്പോഴും അത് എക്സ്പെക്ട് ചെയ്യാം. അല്ല, ഇല്ലാന്ന് പറയാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ലോകത്ത്. നമ്മുടെ മൈൻഡ് കറക്റ്റ് നമുക്ക് എങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? തീർച്ചയായും. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളൊരു മൈൻഡ് സെറ്റിലല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് വരുന്നത് 144 വോൾട്ടാണ് കറണ്ട്. നിങ്ങൾ അതിനേക്കാളും വലിയ കറണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ കാകൂടി തീ പിടിക്കും. സത്യമാണ്. അച്ഛോ, ഈ കേൾക്കാമെന്ന ആശയത്തിൻ്റെ അകത്തുള്ള ഈ കൗൺസിലേഴ്സ്, ആൾക്കാർ എന്തുകൊണ്ട് ഈ കേൾക്കാമെന്ന കൗൺസിലിങ്ങിലേക്ക് വിളിക്കണം? ബിക്കോസ് അവർക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ദ ലോട്ട് ഓഫ് അതർ പ്രൈവറ്റ് ഓപ്ഷൻസ് ദാറ്റ് ദേ ക്യാൻ ഗോ ടു. പക്ഷേ എന്തുകൊണ്ട് കേൾക്കാമെന്ന ഈ ആശയത്തിലേക്ക് അവർക്ക് ഫോൺ ചെയ്ത് അവർ വേദന അറിയിക്കണം? ഹൗ ഡിഫറെന്റ് ഇറ്റ് ഈസ് ഫ്രം അതർ കൗൺസിലേഴ്സ്? നമ്മൾ ഒരിക്കലും നമ്മളെ വിളിക്കണം എന്ന് ആവശ്യപ്പെടുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അവർ നീഡ്. അച്ഛൻ പറഞ്ഞ പോലെ ആരും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വിളിക്കണം എന്ന് തോന്നിയാൽ മാത്രമേ വിളിക്കാവൂ. ഇത് നമ്മൾ ബിസിനസ്സിന് ഇരിക്കണതല്ലോ. വിളിക്കുക നമ്മൾ പറയണില്ല. മറ്റ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് അവരവരുടെ ബിസിനസ്സാണ്. ദിസ് ഈസ് ഓൺലി വളണ്ടിയർ സർവീസ്. അപ്പം നമ്മൾ വിളിക്കാൻ പറയുന്ന ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ വിളിക്കാവൂ, അല്ലാതെ ആരെയും നമ്മൾ കമ്പൽ ചെയ്യുന്നില്ല. മാത്രമല്ല, ഇത് നിങ്ങളുടെ ഇത് കേൾക്കാം ആ വാക്കിൽ തന്നെയുണ്ട്. ഞങ്ങളത് ഈ അഡ്വൈസ് തരുന്നവരല്ല. കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഗിവിംഗ് മോസ്റ്റ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയൂ, ഞങ്ങളത് അങ്ങനെയല്ലത്. ഇത് 1 hour നിങ്ങളെ കേൾക്കാൻ തയ്യാറാണ്. കേട്ടുകൊണ്ടിരിക്കുക. 90% കേൾക്കലാണ്. 10% എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കലുള്ളൂ. ആ കോൾ തിരിച്ചു വരില്ലെന്നും കൂടി ആഗ്രഹത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് ഫസ്റ്റ് സിറ്റ്, സെക്കൻഡ് സിറ്റ്, തേർഡ് സിറ്റ്, ഇതൊന്നും ഇല്ല ഇതില്. ഇത് നിങ്ങളെ കേൾക്കാൻ ആരുമില്ല, നിങ്ങളെ കേൾക്കാൻ ഞാനുണ്ട്. പറഞ്ഞോളൂ, കേക്കട്ടെ. ഇങ്ങനെ എന്നൊക്കെ കേട്ടാൽ മതി ആൾക്ക്. അയാൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് കേൾക്കാൻ ആരുമില്ല. കേൾക്കാണ്ടോ? അത് കേൾക്കാതിൻ്റെ അവസാനം നീ ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു വഴി ഉണ്ടാവില്ലേ. നമുക്ക് അത്രയുള്ളൊരു കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് കൊടുക്കുന്ന സിസ്റ്റം നമുക്കില്ല. അത് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്നേ വേണം. നമ്മൾ അങ്ങോട്ട് ഗൈഡ് ചെയ്യുക ചെയ്യുക. യു ഗോ ടു യുവർ കൗൺസിലർ. എന്നിട്ട് നിങ്ങളൊരു കൗൺസിലിംഗ് സെഷൻ എന്ന് അങ്ങോട്ട് വിടുള്ളൂ. നമുക്ക് ആളുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബീങ് എ പ്രീസ്റ്റ്, അച്ഛൻ എത്ര വർഷമായി പ്രീസ്റ്റായിട്ട്? 36 വർഷം. ഈ 36 വർഷത്തിനിടയിൽ അച്ഛനുണ്ടായ ഏറ്റവും നല്ലൊരു അനുഭവം ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെന്ന് ചോദിക്കണം. അച്ഛൻ എന്ത് പറയാം? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുറിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനേക്കാൾ വലിയ അനുഭവം ഇല്ലല്ലോ. കർത്താവ് പറഞ്ഞുള്ളത് ദിസ് ഈസ് മൈ ബോഡി ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ് ഗിവൺ ടു യു. അത് ഡെയിലി ഞാൻ ചെല്ലുന്ന മാസമല്ലേ. അപ്പോൾ അതേ ആക്ഷൻ നമുക്ക് എൻ്റെ ജീവിതത്തിൽ രക്തവും ബ്ലഡും കൊടുക്കാൻ പറ്റി. അതിനേക്കാളും വലിയൊരു ജീവിതത്തിലെ ഒരു സന്തോഷകരമായ അനുഭവം. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ലിവിങ് ഫോർ 16 years. നമ്മൾക്കൊരാൾക്ക് കാശ് കൊടുത്തൊരു വീട് പണിത് കൊടുത്തു, കാശ് കൊടുത്തൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, കുട്ടിയുണ്ടായി, ഇതൊക്കെ സന്തോഷമായിരിക്കാം. പക്ഷേ എൻ്റെ ശരീരത്തിലൊരു പീസ് മുറിച്ചു കൊടുത്തത്, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ ശരീരം മുറിച്ചു കൊടുക്കുകയാണ്. അത് അവളുടെ കുട്ടിയാണേ, അവൾ കൊടുക്കും. മനസ്സിലായ? ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിക്ക് എൻ്റെ ശരീരവും രക്തവും പകുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം 16 വർഷം ജീവിക്കുന്നു എന്നുള്ളത് ആ ഓർമ്മ മാത്രം മതി. ഐ ആം ഹാപ്പി. ആ ഓർമ്മയേക്കാൾ വലിയ ഓർമ്മ വേറെ വലുതോ നമുക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം യേശു പറഞ്ഞ അതേ കാര്യം, യേശു ചെയ്ത അതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിനെ ഓർത്ത് ചെയ്യാൻ പറ്റുക എന്നതിനേക്കാൾ ഇനി ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ഇനി ഇതിന് മുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് കിട്ടിയാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ലല്ലോ. ദിസ് ഈസ് മൈ ബോഡി ഗിവൺ ടു യു ആൻഡ് ദിസ് ഈസ് മൈ ബ്ലഡ് ഗിവൺ ടു യു. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യാൻ പറ്റി. ഇന്ന് ഞാൻ ദുഃഖവെള്ളിയാഴ്ചയായ പള്ളിയിൽ പറയും, ഇന്ന് ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹം ക്രിസ്തു മരിച്ച ദിവസം മരിക്കാനാണ്. ഞാൻ ജനിച്ചത് വെള്ളിയാഴ്ചയാണ്, പട്ടം കിട്ടിയത് വെള്ളിയാഴ്ചയാണ്, ഒക്കെ വെള്ളിയാഴ്ചകളിലാണ്.
ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. കാരണം ഹി ഡൈഡ് ഫോർ മീ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നതല്ല നല്ലത്. സംബടി നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി എല്ലാം കൊടുത്തു, ലൈഫ് പോലും കൊടുത്തു. ഇത് ശരിക്കും മനുഷ്യനെ ഈ സ്നേഹം എന്ന വികാരത്തിൻ്റെ കണക്കാക്കുന്നത് എന്തെങ്കിലും തരുന്നതിലാണ്, കിട്ടുന്നതിലാണ്. സ്നേഹത്തിന് കിട്ടണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. സ്നേഹത്തിന് ലോകത്തിന് മാത്രമേ കിട്ടണമെന്ന് ആഗ്രഹമുള്ളൂ. ദൈവം സ്നേഹമാണ്. ഈ ലോകം സ്നേഹമല്ല. ലോകം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. സ്നേഹം ഒരിക്കലും കിട്ടണമെന്ന് ആഗ്രഹിക്കില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം ഒരിക്കലും അനുചിതമായി പെരുമാറില്ല. സ്നേഹം അസൂയപ്പെടില്ല, അഹങ്കരിക്കില്ല. അത് ബൈബിളിൽ പറയുന്ന വാക്കുകളാണ്. അപ്പം സ്നേഹം എന്ന് പറയുന്നത് വെച്ചാൽ കൊടുക്കണം എന്ന് എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുവോ അപ്പോൾ സ്നേഹം അപ്ഗ്രേഡായി. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം നിന്നുള്ളിലുള്ള സ്നേഹം ജ്വലിച്ചു എന്നാണ് അർത്ഥം. അതാണ് ക്രിസ്തു കാണിച്ചു തന്നത്. ഐ ഹാവ് ഗിവൺ യു മൈ ലൈഫ്. എൻ്റെ ജീവനെ തന്നെ നിനക്ക് തരികയാണ്. ഞാൻ എൻ്റെ അപ്പുറത്തൊന്നും തരാനില്ല. എന്തൊഴിഞ്ഞ് തരാനുള്ളത്? എൻ്റെ പ്രാണൻ നിനക്ക് വേണ്ടി തരികയാണ്. അതിനേക്കാളപ്പുറത്ത് നിനക്ക് തരാനില്ല. നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൗകിക സ്നേഹമാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും സ്നേഹിക്കുന്ന, നീ എനിക്ക് സുഖം തരണം, ഞാൻ നിനക്ക് സുഖം തരണം, നീ എനിക്ക് സമ്പത്ത് തരണം, ഞാൻ പറഞ്ഞൊക്കെ നീ കേൾക്കണം, നീ പറഞ്ഞൊക്കെ ഞാൻ കേൾക്കണം. അത് ചായക്കടയിലുള്ള സ്നേഹമാണ്. ചായക്കടയിൽ എന്താ വേണ്ടേ? 2 ചായ 2 വട, ഓക്കെ, 75 രൂപ. കാശൊന്നുമില്ല. എൻ്റെ പോയി കിടന്ന് കാശ് തന്നാൽ ചായയും മടിയും തരും. കാശ് തന്നില്ലെങ്കിലോ തരില്ല. അതിൻ്റെ അർത്ഥം എന്താ? നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചു സ്നേഹിക്കും. അപ്പൊ അതിൻ്റെ അതെന്നിട്ട് വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് നീ എനിക്ക് എന്തെങ്കിലും തന്നാൽ നിനക്ക് തരാം, അതാണ് ബിസിനസ്. അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സും അങ്ങനെയാണല്ലോ. പക്ഷെ സ്നേഹം ബിസിനസ് അല്ല. സ്നേഹം നീ തന്നാലും തന്നില്ലെങ്കിലും ഞാൻ തരും. ഇതെല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഇല്ല, അതില്ല. ആൾക്കാരുടെ കയ്യിലില്ല അത്. എന്നിട്ട് നമ്മൾ കാണിക്കണോണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്, നിങ്ങൾ ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം ഇങ്ങട് തരണത് നിന്നോക്കിയാൻ, ഇങ്ങോട്ട് കിട്ടണത് നിന്നോക്ക്. അപ്പം അറിയാതെ എന്താ സ്നേഹം എന്നുള്ളത്. ഇത് ഭയങ്കര സ്നേഹം എന്ന് പറയുന്നത് വെച്ചാല് അങ്ങോട്ട് കൊടുക്കുമ്പോഴൊരു സന്തോഷമാണ്. പക്ഷെ ഇങ്ങോട്ട് തരണതൊന്ന് സ്റ്റോപ്പായോ, ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇയാള് പറയും എനിക്ക് മനസ്സിലായിരുന്നു. ഇത് അങ്ങോട്ട് ബാർട്ടർ സിസ്റ്റമാണ് നമ്മൾ ചെയ്യണത്. ചക്ക തന്നാൽ ചുക്ക് തരാം, മാങ്ങ തന്നാൽ പപ്പായ തരാം, തന്നില്ലെങ്കിലോ തരില്ല. എന്നിട്ട് നമ്മൾ പറയണു ഭയങ്കര സ്നേഹം. ഈ മക്കളാണെങ്കിലും മക്കളും പാരൻസും മുഴുവൻ സ്നേഹം പലപ്പോഴും ഇങ്ങനെയാണ്. മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചു, മക്കൾ തിരിച്ച് ഇങ്ങോട്ട് തരണം. അങ്ങനെയാണല്ലോ അത് ലോകത്തിൻ്റെ രീതി അതാണ്. എന്നിട്ട് നമ്മൾ പറയും ഭയങ്കര സ്നേഹമാണെന്ന്. സ്നേഹം അതല്ല. ഹൗ ബ്യൂട്ടിഫുള്ളി സെഡ് അച്ചോ. ഈ ഒരു കാര്യം ഇതെല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്നേഹത്തിന് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ടാവുക. റിയലി നിങ്ങൾ നോക്കൂ, സ്നേഹം എന്ന് പറയുന്നത് ഇപ്പൊ പെലിക്കൻ പക്ഷിയെ കുറിച്ച് പറയും. സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ പെലിക്കൻ പക്ഷി എന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് നെഞ്ച് കുത്തിപ്പൊളിച്ചിട്ട് ആ രക്തം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ വളർത്തി കഴിയുമ്പോൾ പെലിക്കൻ പക്ഷി ഡെഡാണ്. പിന്നെ ആ പക്ഷിയാണ് പറക്കണത്, അതിനെ പറയണത്. മനസ്സിലായ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആൾക്കാരുടെ മുമ്പിലൊക്കെ പെലിക്കൻ പക്ഷിനെ കാണിച്ചിട്ടുണ്ടാവും. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഹി ഡൈഡ്. അതായത് ഞാൻ മരിക്കാം, എന്തിന്? നീ ജീവിക്കാൻ. അങ്ങനെയാണ് യഥാർത്ഥ സ്നേഹം വേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ മാത്രം സഹിച്ച അങ്ങനെ നീയാണെങ്കിൽ മറ്റാളും അങ്ങനെ ആവണം, അപ്പോഴേ പെർഫെക്റ്റ് ലവുള്ളൂ. നമ്മൾ അങ്ങനെ ആകുമ്പോൾ മറ്റാൾ മുതലെടുക്കുകയാണ്. അവിടെ പ്രശ്നം. നമ്മളിപ്പോൾ കേട്ടിട്ട് ഡേവിഡ് ശർമ്മലച്ചൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മറ്റാള് വളരെ നന്നായി അങ്ങൊരു പറയണത് വളരെ നന്നായി. ഞാൻ ഈ ധ്യാനമൊക്കെ കൂടിയിട്ട് ചില ചെറുപ്പക്കാര് കർത്താവിൻ്റെ ഈ സ്നേഹത്തെ ഉൾക്കൊണ്ടിട്ട് വരും. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ വളരെ നന്നായി, ക്യാരക്ടറൊക്കെ നന്നായി, അപ്പം പറഞ്ഞ അമ്മ പറഞ്ഞനുസരിക്കും. പിന്നെ പല കാര്യങ്ങളും വീട്ടിൽ വരുമ്പോൾ അവൻ മിണ്ടാതിക്കും, ക്ഷമിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴേ വീട്ടിലെല്ലാവരും ഈ ചെക്കനെ മുതലെടുക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അല്ലാതെ അപ്പ അങ്ങനെ നീ മിണ്ടരുത്, നീ ധ്യാനം കൂടിയ ആളാണ്. അത് കഴിഞ്ഞ്
എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇടയ്ക്ക് നീ മിണ്ടരുത്. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, അതെ ഒരു സത്യം പറയട്ടെ, എന്ത്, ഞാൻ ധ്യാനം കൂടിയിട്ടില്ല. നിങ്ങൾക്ക് സമാധാനായ? അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരാള് നന്നാവുമ്പോ മറ്റാളെ ഈക്വലി അതുപോലെ ആയില്ലെങ്കിൽ ഇയാള് കുറച്ച് കഴിയുമ്പോ ചീത്തയാവും, മൊത്തം ചീത്തയാവും. അവൻ നീ ശരിയാക്കിയരുണ്ട്, നന്നാവുന്ന വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്നേഹം ഒന്നും എക്സ്പെക്ട് ചെയ്യണില്ല എന്ന്. മറ്റാൾ വിചാരിക്കണെന്ന് വെച്ചാൽ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് അടിച്ച് മാറ്റാടാ, ഇവൊന്നും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. അതാണ് ശരിക്കും യഥാർത്ഥ സ്നേഹം. ഈ ഇപ്പൊ മുരിക്കൻ പിതാവ് നമ്മുടെ പാല ആൾ എന്നൊരു ദിവസം വിളിക്കണം. ഞാൻ പാലയുടെ കൺവെൻഷൻ പ്രസംഗിച്ച് കഴിഞ്ഞ് പോയപ്പോൾ എന്നെ വിളിച്ചു. എന്നെക്കാളും വളരെ ജൂനിയറാണ് കേട്ടോ. എന്നെ വിളിച്ചിട്ടുണ്ട്. ഫാദറിൻ്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. ഫാദർ പറഞ്ഞ ആൾക്ക് ഞാൻ കിഡ്നി കൊടുക്കാമെന്ന് ബിഷപ്പ്. ഞാൻ പിതാവിന് താ പൊക്കോ, കാര്യം നോക്കിയോളാം പറഞ്ഞു. പിതാവിനൊരു പരിചയമില്ലാത്ത ഒരാളെ കണക്ട് ചെയ്ത്, സൂരജ് ഒരു ഹിന്ദു കണക്ട് ചെയ്ത്. അപ്പോൾ ഒപ്പിട്ട് കൊടുക്കണം. അച്ചൊപ്പിട്ടാ മതി. അല്ല വീട്ടിൽ ചേട്ടന്മാർ ഒന്നും വേണ്ട, അച്ചൊപ്പിട്ടാ മതി. അയാൾ ഒപ്പിട്ട് കൊടുത്തു, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇന്ന് ആ ബിഷപ്പിൻ്റെ കിഡ്നി സൂരജ് എന്ന് പറയുന്ന ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ്റെ വയറ്റിലിരിക്കണം. എത്ര വർഷങ്ങളായി. ആ പിതാവ് കുറച്ച് പറയും, ഞാനില്ല, ഞാൻ പോകുന്നുണ്ട്. പിതാവ് സന്യാസത്തിന് പോയിരിക്കുക. എന്ത്, ഇതൊന്നും വലിയ വിലയുള്ള കാര്യമില്ലെന്ന് ഞാൻ ആലോചിച്ചു. ദൈവമേ, ഒരു ബിഷപ്പ് ഇങ്ങനെ ചെയ്തിട്ട് എന്തോരം ഹൈലൈറ്റ് ചെയ്യേണ്ടതാ, അതിലൊന്നും വലിയ വിലയില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കൂടുതൽ നന്നാവാൻ വേണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹം യഥാർത്ഥ സ്നേഹം. അപ്പൊ ഇയാൾക്ക് ഞാനിപ്പോ നന്നായിട്ട് വലിയ കാര്യമില്ലല്ലേ, എന്നാ പിന്നെ മോശം. സത്യം നിങ്ങൾ നോക്കിക്കോ, ചില മനുഷ്യന് നന്നായി കുറച്ച് കഴിയുമ്പോ എല്ലാവരും നമ്മൾ മുതലെടുക്കണം കേട്ടോ. ചില ആൾക്കാരുണ്ട്, നിന്നെല്ലാവരും മുതലെടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് നീ പണ്ടത്തെ ആളായിക്കടാ, അവൻ പണ്ടത്തെ ആളാണ്. നിങ്ങൾ നോക്കി ധ്യാന കേന്ദ്രങ്ങളിൽ തന്നെ നോക്കൂ, എത്രയോ മനുഷ്യര് കുറെ കഴിയുമ്പോ അവരൊക്കെ പണ്ടത്തേക്ക് അതിന് കഴിഞ്ഞേക്കാളും മോശമായി. മറ്റേത് പറഞ്ഞ പോലെ ഏതൊരു മനുഷ്യൻ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി, വീടൊക്കെ നന്നാക്കി, പിശാചുകളെ അടിച്ച് പുറത്താക്കി, നല്ല മനുഷ്യരായി. ഹൃദയം പോയി പിശാച് തിരിച്ചു വന്നപ്പോ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കണു. കൊള്ളാലോ. ബൈബിള് പറഞ്ഞ അവൻ എന്ത് ചെയ്ത് പോയി ഒരു 100-100 വിളിച്ചു വന്നിട്ട്, നല്ലൊരു വീടുണ്ടോ അവിടെ, പാണ്ടവന അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു, വാടം നമുക്ക് കേറാടാ, ഒക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ കയറി പണ്ടത്തേക്കാൾ മോശമായി. ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് സത്യല്ലേ. നമ്മള് നിങ്ങളൊരാൾ നന്നായി നോക്കിയുണ്ടല്ലോ. ചില ആൾക്കാർ പറയും, അച്ഛൻ പറഞ്ഞ് ശരിയാ, ഞാൻ നന്നാവാൻ നോക്കിയപ്പോളേ എന്നെ ആൾക്കാർ മുതലെടുക്കുക. മുതലെടുക്കണ കാണുമ്പോ ആൾക്കാർ എല്ലാരും പോലെ ഞാനാണല്ലോ, അങ്ങനെയുണ്ടാവുന്നത്. പക്ഷെ നല്ല മാതൃകകൾ കാണുമ്പോ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല. ചൂഷണം ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. ചൂഷണം ചെയ്യാൻ നല്ല മാതൃകകൾ കാണുമ്പോഴേ അവർ ചൂഷണം ചെയ്യുമ്പോൾ ചില ആൾക്കാർ സഹിച്ചേക്കില്ല, കുറെ കഴിയുമ്പോൾ അവനും പൊട്ടിത്തെറിക്കും. അതെ. അപ്പൊ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ആ തലത്തിലാണ് ഈ കേൾക്കാൻ വരുന്നത്. നിങ്ങൾ ഇതൊരു പരിചയമില്ലാത്ത ഒരാളോട് സ്നേഹപൂർവ്വം സംസാരിക്കുക. ദേഷ്യത്തിലല്ല നിങ്ങൾ സംസാരിക്കുന്നത്, അയാളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോട് സംസാരിക്കുന്നത്, കേൾക്കുന്നത്. നിങ്ങൾ വെറുതെ ഒരു ശബ്ദം മതി, പറയും, ഓക്കെ യെസ്. ഇതിനൊക്കെ ഭയങ്കര ഇഫക്റ്റ് ഉണ്ട്. കാരണം അയാള് തീയിൽ നിന്നിട്ട് വിളിക്കണത്. അപ്പൊ ആ സമയം നിന്റെ ഓക്കേക്ക് ഉണ്ടല്ല, ഡബിൾ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഒരു ശുശ്രൂഷയാണ് ഈ കേൾക്കാം. അല്ലാതെ ഈ ഫോണിൽ കൂടെ വിളിച്ചിട്ട് അയാള് വർത്താനം പറയുന്നത്, ഓരോ കാര്യം മര്യാദയ്ക്ക് ജീവിക്കട, കാര്യം തൂങ്ങാൻ നടക്കണത്, എന്തുകൊണ്ടാ കാണിക്കണത്? നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ട്രെയിൻ കൊടുത്തുള്ളത് നിങ്ങൾ കൺസോളിങ്, ആ മനുഷ്യന് ആശ്വാസത്തിൻ്റെ ഒരു തീരത്ത് വന്നിരിക്കണ പോലെ തോന്നണം. എന്ത് പറ്റിയത്? അത് ശരി, പറ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറ, കേൾക്കട്ടെ. അല്ല ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യം പറയേ, എന്താ, അല്ല എന്നോട് അങ്ങനെ ഉണ്ടായില്ലേ, സപ്പോർട്ട് ചെയ്ത് കുറെ കഴിയുമ്പോൾ അവരെല്ലാം തുറന്ന് പറയും. അപ്പം നമ്മൾ അത്രയും സോഫ്റ്റായിട്ടുള്ള ഒരു സോഫ്റ്റ് കോർണറിൽ വന്നിരിക്കണ പോലെ ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു കൗൺസിലിങ്ങിന് പോകണം. അതുകൊണ്ട് നിങ്ങളൊരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഇത് പോരാ, ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മെഡിസിൻ എടുക്കേണ്ടതുണ്ട്.
ഇതൊക്കെ ഗൈഡ്ലൈൻസ് കൊടുത്തു. അല്ല, ഇവർ നമ്മളെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കില്ല, പറ്റില്ല. നമുക്ക് 1 hour കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഈ ചോദിച്ചൊരു പോയിന്റിൽ ഒരു കാര്യം അച്ഛൻ്റെ ഇന്ന് കേൾക്കാനുള്ള ആഗ്രഹം ഞാൻ ചോദിക്കുന്നുണ്ടോ, ഈ മലയാളികൾക്ക് എന്ത് ഈ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനം ഒട്ടും ഇല്ലാത്തത്? ഞാനിപ്പോൾ അടുത്ത കാലത്താണ് UK പോകുമ്പോൾ ഞങ്ങൾ ഓരോ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് ഇപ്പം ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ. നമ്മൾ വെരി ഗുഡ് എന്നല്ലേ, നോ, ഇപ്പം ഇവർ പറയുന്ന വാക്ക് ഐ അപ്രീഷിയേറ്റ്. കറക്റ്റ് അത് വാക്ക് തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ. UK അമേരിക്കയിൽ ചെല്ലുമ്പോൾ വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐ അപ്രീഷിയേറ്റ്, ശരിക്കും ആ വാക്ക് പറയണു. ഇപ്പം ഞാനിവിടെ നാട്ടിൽ കണ്ടു അവരാ വാക്ക് പോലും മറ്റേത് ഓ ദാറ്റ്സ് ഗുഡ് വെരി നൈസ് എന്നേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പം അത് മാറ്റിയവര് കേട്ടില്ലേ? പല സ്ഥലങ്ങളിൽ പറയുന്നത് ഐ അപ്രീഷിയേറ്റ്. പഠിക്കണം നമ്മൾ. നമുക്ക് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സാണ് യഥാർത്ഥ നന്മ നിറഞ്ഞ മനസ്സ്. മറ്റുള്ളവരുടെ നന്മയിൽ, ഇപ്പോൾ മറ്റുള്ളവരുടെ തിന്മയിൽ സന്തോഷിക്കുന്ന മനസ്സുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ദ്രോഹം വരുമ്പോൾ, ഒരാൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്, വെരി 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 ക്രൂവലായിട്ടുള്ള മനസ്സ്. അപ്പം അതിൽ നിന്ന് മാറണം നമ്മൾ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ, അതിനാണ് കേൾക്കാം. അവൻ്റെ നന്മയിലേക്ക് അവനെ നയിക്കാൻ നിൻ്റെ കാത് നീ കൊടുക്കുക. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ മലയാളികൾക്ക് ഈ അപ്രിസിയേഷൻ ഒരു കാര്യം കുറച്ചുകൂടി വേണമെന്ന്. അപ്പോൾ അച്ഛനത് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആഗ്രഹിച്ചു. കാരണം കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അച്ഛനിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ജലസിയാണ്. അതായത് ഒരാൾ നല്ലതാകുന്നതിൽ അവന് തിരി പൊളിക്കും എന്നുള്ള അവസ്ഥ. അതായത് ഇഷ്ടമല്ല ഒരാൾ നല്ലത്, ഞാൻ മാത്രം നല്ലത്, വേറെ ആരും നല്ലതല്ല. അച്ഛൻ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പല 12th ആവട്ടെ 10th ആവട്ടെ പല റിസൾട്ട്സ് ഒക്കെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പല കുട്ടികളും എടുക്കുന്ന തീരുമാനമാണ് അവർ സൂയിസൈഡ് ചെയ്യാന്നുള്ളത്. കാരണം അവർക്ക് മറ്റൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ട്. അപ്പം സ്കൂൾ, പിന്നെ വർക്ക് പ്ലേസ്, പിന്നെ ഗവൺമെൻറ് സെക്ടർ ആവട്ടെ, ഇവരൊക്കെ എടുക്കേണ്ട സ്റ്റെപ്സ് എന്താണ്? അതായത് കേൾക്കാം എന്ന പ്രോജക്റ്റിലൂടെ അവർ എടുക്കേണ്ട ഒരു സ്റ്റെപ്സ് എന്താണ്? കേൾക്കാം എന്താണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ ലേറ്റർ പ്രോജക്റ്റുകൾ. അതെല്ലാം ഒന്ന് ഈ കമ്പനികൾക്കൊക്കെ നമ്മൾ ഇതിൻ്റെ കൊടുക്കും. ഇത് ലേറ്റർ, അതായത് ഈ കേൾക്കാമെന്ന പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് അവിടെ സെഷൻസ് കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടാകാം, വർക്ക് പ്ലേസിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സെഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാം കമ്പനികളിൽ. സ്കൂളുകളിൽ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മേഖല. കാരണം ചിന്തിക്കാത്ത കുട്ടികളൊക്കെ അങ്ങനെ ഉണ്ടല്ലേ സൂയിസൈഡ്. ഈ സൂയിസൈഡ് എന്നുള്ള പേര് പോലും മനുഷ്യൻ്റെ മനസ്സിൽ കയറാൻ പാടില്ല. സത്യമാണ്. കുട്ടിക്കാലത്തൊന്നും ഈ വാക്ക് കയറാനേ പാടില്ല എന്ന് ഞാൻ പറയും. ഡോണ്ട് സേ സൂയിസൈഡ് എന്നുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. കാരണം കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം. അതെ അച്ഛൻ, ഞാൻ ഇന്ന് ആഡ് ചെയ്തോട്ടെ. ഇന്ന് ഞാൻ രാവിലെ യാത്ര ചെയ്ത് വന്നപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു കാര്യം, അപ്പോൾ ഈ സൂയിസൈഡ് എന്ന് വെച്ചാൽ സെൽഫ് കില്ലിംഗ് അല്ലേ എന്ന്. ബിക്കോസ് ദേ നോട്ട് വെരി മച്ച് അവെയർ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മളായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്, വി ഗിവിംഗ് ദം റോങ് നോളജ് എന്ന് ഞാനിപ്പോൾ പറയാം. വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം. ഞാനത് മുഖ്യമന്ത്രിയോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മേഖലയെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ലൈഫ് ഈസ് വെരി വെരി വളരെ പ്രഷ്യസ് ആണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഒരു കോഴ്സ് എല്ലാ സ്കൂളുകളിലും കൊടുക്കാൻ, അത് നമുക്ക് കേൾക്കാൻ വഴി കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാം. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇത്ര നേരവും ഒരു ലൗകികമായ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഇനി ആത്മീയ കാര്യത്തെപ്പറ്റി അച്ഛനോട് ചോദിക്കുവാണെങ്കിൽ, അച്ഛൻ ബീങ് എ പ്രീസ്റ്റ്, അച്ഛൻ യേശുവിനോടുള്ള അല്ലെങ്കിൽ ജീസസിനോടുള്ള ഒരു അച്ഛൻ്റെ ബന്ധം, ബീങ് എ പ്രീസ്റ്റ്, ഐ ഡോണ്ട് ഹാവ് ടു ആസ്ക് യു ദാറ്റ്. പക്ഷെ എന്തായാലും യുവർ ഗ്രേറ്റസ്റ്റ് ഏറ്റവും നല്ല വാക്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ ദൈവത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞാൽ അച്ഛൻ എന്ത് പറഞ്ഞു തരും? ഒന്നുമില്ല. അതായത് സിമ്പിൾ തിങ്, ഹൗ യു ആർ മെയ്ഡ്. നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യനല്ല. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. മനുഷ്യനെ നമ്മൾ സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. അമ്മയ്ക്ക് ശരീരം തരാം, രക്തം തരാം, ജീവൻ തരാൻ പറ്റില്ല. കാരണം എൻ്റെ അപ്പനമ്മ മരിച്ചുപോയി, സ്റ്റിൽ ഐ ആം ലിവിങ്. ദാറ്റ് മീൻസ് അവരല്ല എൻ്റെ റൂട്ട്. ഗോഡ് മെയ്ഡ് മീ അല്ലേ? എന്നെ സൃഷ്ടിച്ചവനോടല്ലേ എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധം ഉണ്ടാവേണ്ടത്. മാത്രമല്ല, ആ സൃഷ്ടിച്ച ദൈവം എന്നെപ്പോലെയായി എൻ്റെ കൂടെ വന്ന് വസിച്ച് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അപ്പുറത്ത് ഒന്നും അവനെ ബാധിക്കേണ്ട വിഷയമില്ല.
എന്നെപ്പോലെയായി ഒരു മനുഷ്യനായി, ഡേവിസ് ചെർമലച്ചനായി ദൈവം മനുഷ്യൻ, ഞാൻ മനുഷ്യൻ. ആൻഡ് ഹി ഡൈഡ് ഫോർ മൈ സിൻസ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ പേഴ്സണൽ ബന്ധം ഈ ലോകത്തിൻ്റെ എല്ലാവരും ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റണം. ഞാൻ അച്ഛനായതും എനിക്ക് പറ്റും. പക്ഷേ ഒരു വ്യക്തി ഭാര്യയേക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭർത്താവിനേക്കാൾ, കുട്ടികളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ യു ആർ നോട്ട് മൈ ഡിസൈപ്പിൾ. കർത്താവ് പറഞ്ഞതാണ് അല്ലേ? കാരണം അവരെല്ലാം നിന്റെ ജീവിതത്തിൽ വന്നു പോകുന്നവരെ ഒരിക്കലും പെർമനന്റ് അല്ല. നിനക്കിപ്പോ ഭാര്യനെ കിട്ടിയിട്ട് അവള് നിന്റെ ജീവിതം എത്ര കാലം വിചാരിക്കുന്നത്? അവന്റെ ഭാര്യ മരിച്ചു, അവൻ സിംഗിളായി. Don't trust everything in your wife or in your husband or children. You trust in God. He will be there. മരിച്ചാലും ജീവിച്ചാലും He will be with you. അല്ല പറഞ്ഞു, I will be with you always, forever and ever. ആ ഒരു പേഴ്സണൽ ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും, മരിക്കുമ്പോൾ നമ്മൾ എന്താ മരിച്ചറിയിപ്പിൽ എഴുതി വെക്കണേ? Rest in peace. Rest in peace. അല്ല, ഇന്നാളും മരിച്ചു എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതുക? കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എന്ത് പ്രാപിച്ചു? നിദ്ര പ്രാപിച്ചു. സ്ലീപ്പിംഗ്, നോട്ട് ഡെഡ്. നമ്മൾ മരിച്ചിട്ടില്ല. നമ്മൾ പറയുന്ന എന്താണ്? കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നിദ്ര എന്ന് ചേർത്ത് എന്താ? കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കും. നിദ്ര ഉറങ്ങണാൽ എഴുന്നേൽക്കില്ലേ? നമ്മൾ എഴുതുന്നത് അതാണ്. കർത്താവിൽ നിദ്ര പ്രാപിച്ചു, ഒരു ദിവസം എഴുന്നേൽക്കും. നമ്മൾ മരണത്തിനെ ഭയപ്പെടുന്ന മനുഷ്യരാണ്. ആ മരണത്തെ, അതുകൊണ്ട് കർത്താവ് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റവൻ. മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റവൻ. നമ്മൾ ഈ ലോകത്തിൽ മനുഷ്യനെ വിശ്വസിച്ച് ജീവിച്ചാൽ നീ ഡിപ്രഷനിൽ വന്ന് വീഴും. ഏത് മനുഷ്യനെ എന്നെയും വിശ്വസിച്ച് ജീവിച്ചാൽ പെടും. ഞാനല്ല ദൈവം. നീ നിന്റെ സൃഷ്ടാവിലും ആ സൃഷ്ടാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നിനക്ക് മരണമില്ല. അല്ല, എന്നെ വിശ്വസിക്കുമ്പോൾ മരിച്ചാലും ജീവിക്കും. ഇതെല്ലാവരും കേൾക്കട്ടെ. മനുഷ്യരിൽ അല്ലെ, മനുഷ്യ വിശ്വസിച്ച് എല്ലാവരും. നിങ്ങൾ ആലോചിച്ചു, യൂട്യൂബ് ബ്രൂട്ടസ് എന്താ സാധനത്? എന്താ അതിൻ്റെ അർത്ഥം? ബ്രൂട്ടസ്, എൻ്റെ കൂടെ നിന്ന് നീയാണ് എന്നെ അവസാനം. യൂട്യൂബ് ബ്രൂട്ടസ് കട്ടപ്പാ. ബാഹുബലി. കൂടെ നിന്നവൻ പുറത്തുനിന്ന് ഒരോട്ട കൂത്താണ്. വിശ്വസിച്ചല്ലേ? ജൂദാസ്, നീ എന്റെ ശിഷ്യനല്ലേ? നീ എന്നെ ചുംബിച്ചിട്ട് ഉറ്റാണോ? ദലീല സാംസന്റെ കൂടെ കിടന്നു, ഇഷ്ടപ്രകാരം സുഖങ്ങൾ കൊടുത്തു. അവസാനം അവനൊറ്റി, 2 കണ്ണും കുത്തി പൊട്ടിച്ച് നഗ്നനാക്കി ഡാൻസ് ചെയ്യടാന്ന് പറഞ്ഞു. അവൻ എന്തായാലും തലേദിവസം രാത്രി ദലീല കൊണ്ടുപോയി. യൂട്യൂബ് ദലീല. അപ്പൊ ഈ ലോകത്തിൽ മനുഷ്യരെ വിശ്വസിച്ചവരൊക്കെ നോക്കിക്കോ. പക്ഷെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നീ ആരുടെ കൂടെ വേണമെങ്കിൽ ജീവിച്ചു. ഗോഡ് വിൽ പ്രൊട്ടക്ട് യു. ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ അച്ഛൻ, ഞാൻ ഏകദേശം ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിൻ്റെ മുമ്പേ എനിക്ക് 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്. യങ്സ്റ്റേഴ്സിനോട് അച്ഛന് പറയാനുള്ള ഒരു അഡ്വൈസ് പറഞ്ഞാൽ അച്ഛൻ എന്താണ്? അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന്, അച്ഛൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒരു നല്ലൊരു അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ. നിങ്ങൾക്ക് ഒരു ജീവിതമേ നിങ്ങളുള്ളൂ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യുവാവേ, യുവതിയെ, നിന്റെ യൗവന കാലത്ത് നിന്നെ സൃഷ്ടിച്ചവനെ നീ ഓർക്കണം. ഞാൻ പറഞ്ഞതല്ല. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ സ്മരിക്കണം, ഓർക്കണം. ഓർത്തില്ലെങ്കിലോ? എൻ്റെ അടിയിൽ എഴുതിയില്ലേ? ഓർത്തില്ലെങ്കിൽ വാർദ്ധക്യത്തിൽ എനിക്കൊരു സന്തോഷവും തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ നിന്നിൽ സംഭവിക്കും. ഞാൻ പറഞ്ഞല്ല. യൗവനകാലത്ത് നമുക്കത് തോന്നാണ്ട് പോയാൽ വാർദ്ധക്യം ഉണ്ടല്ലോ, ചിലർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവുമ്പോൾ നീ സ്വയം പറയും, ഒന്നിലും സന്തോഷമില്ല.
ഭർത്താവിൽ സന്തോഷമില്ല, ഭാര്യയിൽ സന്തോഷമില്ല, മക്കളിൽ സന്തോഷമില്ല, ബിസിനസ്സിൽ സന്തോഷമില്ല, ശരീരത്തിൽ സന്തോഷമില്ല, ഒന്നിലും സന്തോഷമില്ല. അതൊരു ദുർദിനാണ്. ആ ദുർദിനാണ് ഈ സൂയിസൈഡ്. ആ ദുർദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. വാർദ്ധക്യത്തിൽ നിന്നെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ലേ. പിള്ളേർക്ക് ഉപകാരമില്ല, ഭർത്താവിന് ഉപയോഗമില്ല, ഭാര്യയ്ക്ക് ഉപയോഗമില്ല. ഈ ഉപയോഗം നോക്കിയിട്ട് ആൾക്കാർ സ്നേഹിക്കണത്. ഉപയോഗം ഇല്ലാണ്ടാവുമ്പോളാ എന്തുകൊണ്ട് ഒരവസരത്തിലൊരു ചവടപ്പിൽ പോയിട്ട് വരിക. അപ്പം ഞാനിങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ കൂടെ ചവടപ്പ് കഴിഞ്ഞ ആൾക്കാർ പോകുമ്പോൾ അപ്പനെ മരിച്ചിട്ടുള്ളത് ഒരാളുടെ. അപ്പം മോൻ കൂട്ടുകാരനോട് പറയാ, എടാ അപ്പന് കുറേ നാളായിട്ട് കിടപ്പായിരുന്നല്ലേ. അപ്പം പറയാ, കുറേ ലേറ്റായി മരിക്കാൻ, കുറേ ലേറ്റായിന്ന്, നേരത്തെ മരിക്കേണ്ടതായിരുന്നു അപ്പൻ, കുറേ ലേറ്റായി അപ്പൻ. എങ്ങനെയുണ്ട്? അപ്പോൾ കുട്ടിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? കുറച്ച് നേരത്തെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി കാശ് നമ്മുടെ കയ്യിലിരുന്നതന്നെ. കുറേ പ്രാവശ്യം ചിലവഴിച്ച് അവസാനം കാശും പോയി, അപ്പനും പോയി. പ്രായമാകുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കും. ഇപ്പം നമ്മൾ യൂത്തല്ലേ നമ്മളൊക്കെ. ഞാനല്ല, എനിക്ക് 66 വയസ്സായി. കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആൾക്കാർ അപ്പോൾ നമ്മൾ ദൈവമേ ഇവരൊക്കെ ഇപ്പം നമ്മളെയൊക്കെ വേണ്ടല്ലേ, ആ തോന്നലിൽ നിന്നാണ് അപ്പോഴേക്കും സമയം പോയില്ലേ, കഴിഞ്ഞു. തിരിച്ച് നടക്കാൻ പറ്റാത്ത ഓട്ടോറിക്ഷ. ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഇതുണ്ട്, റിവേഴ്സ് ഉണ്ട്. പണ്ടത്തെ ഓട്ടോറിക്ഷയ്ക്ക് റിവേഴ്സ് കയറില്ല, അങ്ങടെ പോവുള്ളൂ, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ റിവേഴ്സ് കയറുണ്ടല്ലോ. പണ്ടത്തെ ഓട്ടോറിക്ഷയ്ക്ക് റിവേഴ്സ് കയറില്ല. റിവേഴ്സ് കയറില്ലാത്ത ഓട്ടോറിക്ഷ നമ്മള് പിന്നിലേക്ക് പോരാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇനി ഇത് രണ്ടാമത് പറയാൻ പറ്റില്ല, കാരണം പോയത്. സോ ലൈഫ് ഈസ് സോ. അപ്പൊ ഞാൻ പറഞ്ഞ യൂത്തിനോട് പറയണത്, ലൈഫ് ഫാസ്റ്റ് ഗോയിങ്. അപ്പൊ അതുകൊണ്ട് നീ ഒരു നിമിഷം പാഴാക്കിയ, യു കനോട്ട് ഗോ ബാക്ക്. അതുകൊണ്ട് മേക്ക് യൂസ് ഓഫ് യുവർ ടൈം, മേക്ക് യൂസ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് യുവർ ടൈം. അതെനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട്. മേക്ക് യൂസ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. എവറി മൊമെന്റ് ഈസ് വാല്യൂഡ്. എവറി മൊമെന്റ് ഈസ് വാല്യൂഡ്. എവറി മൊമെന്റ്. നീ വിചാരിക്കുക അത് കുറച്ച് ലാവിഷ് കളി. നോ, നീ കളിക്കണമെങ്കിൽ അസലായിട്ട് കളിക്കുക, നീ കുളിക്കണമെങ്കിൽ ഉസലായിട്ട് കുളിക്കുക, ഭക്ഷണമെങ്കിൽ അസലായിട്ട് ഭക്ഷണം കഴിക്കുക, നീ പഠിക്കുകയാണെങ്കിൽ അസലായിട്ട് പഠിക്കുക, നീ പ്രയർ ചെയ്യുകയാണെങ്കിൽ യു ഡീപ് ഇൻ പ്രയർ. അതെ. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫുൾനെസ്സിൽ ചെയ്യുക. അതെനിക്ക് പറയാം. ആത്മാർത്ഥതയോട് ചെയ്തു അല്ലേ. അടുത്തതായിട്ട് എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛൻ ഇരിക്കുന്ന ഈ സീറ്റിലേക്ക് ഞങ്ങൾ ഇപ്പം അച്ഛനോട് ഞാൻ ചോദിക്കുകയാണ്. അച്ഛൻ, നമുക്ക് ഒരുപാട് ഗസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ. അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയിലേക്ക് അടുത്ത ആര് വരണമെന്ന് അച്ഛനോട് ചോദിക്കാം. അച്ഛൻ്റെ മനസ്സിലൊരാളുണ്ടെങ്കിൽ അച്ഛൻ ആര് റെക്കമെൻഡ്? സ്പിരിച്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കാം. അച്ഛൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ആരാണെങ്കിലും സമൂഹത്തിന് നിങ്ങൾ പറയുന്ന വാക്കുകൾ വെളിച്ചമായി മാറണം. ഷേക്സ്പിയറിൻ്റെ നാടാണിത്. ഞാൻ വന്നാൽ ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ പോകും. ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ചിലപ്പോൾ ഞാൻ പോകും. വെളിച്ചമാകണം. ഏതെങ്കിലും തലത്തിൽ നിങ്ങൾ ഈ ലോകത്തിന് വെളിച്ചമാകണം. ചിലപ്പോൾ അത് സ്പിരിച്വൽ ലൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നോളജിൻ്റെ ലൈറ്റ് ആയിരിക്കാം. ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു കഥ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ റോഡുണ്ട്. അവിടെ ആ റോട്ടിൽ കൂടെ നടന്നു പോണ ആൾക്കാർ മുഴുവൻ ആളുടെ വീടിൻ്റെ അടുത്തുമ്പോൾ കംപ്ലീറ്റ് തീറി പറയും, തേങ്ങേരെ മൂട് ഓരോ സാധനം. എന്നുവെച്ചാൽ അയാളുടെ വീടിന് മുമ്പിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് എന്നിട്ട് ചില കെട്ടിമറിഞ്ഞ് വീഴുക. കെട്ടിമറിഞ്ഞ് വീഴുന്നത് മുഴുവൻ ചീത്ത പറയും ഇവര്. ഓരോ കല്ല് കൊണ്ടിട്ട് തേങ്ങ വാങ്ങുക, മഞ്ഞത്ത് എട്ടിമറിഞ്ഞ് വീണ്. ഏത് നേരത്താണ് ഈ ബെഞ്ചമിൻ നോക്കും, ഇത് എന്ത് എൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ ഈ കല്ലാണ്. ഒരൊറ്റ ആൾ ആ കല്ലെടുത്ത് മാറ്റണില്ല. തെറി വിളിച്ചിട്ട് ആള് പോയി. പിന്നത്തെ ആള് തെറി വിളിച്ചിട്ട് പോയി. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വന്ന് ആ കല്ലെടുത്ത് മാറ്റി. ഇയാളുടെ വീടിന്റെ ഗേറ്റ് ഉണ്ടല്ലോ, അതും ഒരു ലൈറ്റും വെച്ചു. പിന്നെ അയാൾ വീട്ടിലിരിക്കുമ്പോണ്ടല്ല, ആ പോയ ആൾക്കാർ വീണ്ടും വഴി കൂടെ വരുമ്പോൾ, ഓഫ് സൗകര്യമായിട്ട് ആരപ്പി വിളിച്ചോടെ വെച്ച് നന്നായി. ഇയാളവിടെ നിന്ന് മുഴുവൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. വളരെ നന്നായിട്ടത് ആരായാലും. അതിന് ശേഷമാണ് ഈ തെരുവ് ലൈറ്റുകൾ ഉണ്ടായത് ലോകത്തില്. സ്ട്രീറ്റ് ലൈറ്റ് അല്ലേ, അത് ഉണ്ടാവാൻ ഈ മനുഷ്യൻ കാരനാണ്.
അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോൾ എന്തുട്ടുണ്ടായിന്ന് പറയണേ. ഈ ലോകത്ത് വന്നിട്ട് ഞാൻ കുറേ ജോലി എടുത്തു, പണിയെടുത്തു, കുറേ തിന്നു, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ച അവസാനം ക്യാൻസർ വന്ന് ഞാൻ ചത്തു എന്ന് പറയാൻ പറ്റില്ലേ? ഈ മരണത്തിന് പലതരത്തിൽ പറയും. പട്ടാളക്കാരനെ ചത്തു എന്ന് പറയൂ? ഇല്ല. മരിച്ചു എന്ന് പറയൂ? ഇല്ല. വീരമൃത്യു പ്രാപിച്ചു പറയും. എന്താ, അവൻ നമ്മളെ പോലെ മരിക്കാനില്ല ചെയ്തത്? അതെ. പക്ഷെ അവന്റെ ലൈഫിന്റെ പ്രത്യേകത കൊണ്ട് അവനെ പറയും വീരമൃത്യു പ്രാപിച്ചു. ഒരു ബിഷപ്പ് സ്പിരിച്വൽ ലീഡർ മരിക്കുമ്പോൾ മരിച്ചു എന്ന് പറയില്ല, ദിവംഗതനായി. ഒരു സ്വാമി മരിച്ചു എന്ന് പറയില്ല, സമാധിയായി. ഒക്കെ മരണം തന്നെ, പക്ഷെ അതിന് വ്യത്യാസങ്ങൾ കണ്ടു. സോ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ എന്താണ് ഈ ലോകത്തിന് കൊടുത്തതെന്ന് ഓരോ വ്യക്തി ആലോചിച്ചാൽ മതി. ഈ ലോകത്തിന് നീ എന്ത് കൊടുത്തപ്പോ? ഈ ലൈറ്റിന് മുമ്പിൽ ഞാനിരിക്കണം. തോമസ് ആൽവ എഡിസൺ ഈ ലൈറ്റ് കണ്ടുപിടിച്ചത്. അയാളുടെ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ആ മനുഷ്യൻ മരിച്ചു പോയെങ്കിലും ലൈറ്റ് ഈസ് ഇൻ ദ വേൾഡ്, ഫുൾ ഓഫ് ലൈറ്റ്. അപ്പൊ നമ്മൾക്ക് ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ഈ ലോകത്തിന് കൊടുത്തു എന്ന് യൂത്തിനോട് ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് ഈ ലോകത്തിന് കൊടുത്തു പോകാനുള്ളത്? യു ഹാവ് ടു ഗോ. പക്ഷെ എന്ത് നിങ്ങൾക്ക് കൊടുത്തു പോകാനുണ്ട്? പലപ്പോഴും ഒന്നും കൊടുത്തു പോകാനില്ല. ഒക്കെ എടുത്തു കൊണ്ടുപോകാനോ നോക്കണുള്ളൂ. കൊണ്ടുപോകാനും പറ്റില്ല. ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് ആരും വരണ്ട, കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും കൊടുത്തിട്ട് പോകാൻ പറ്റും. അപ്പൊ കൊടുക്കണോ എടുക്കണോ എന്നുള്ളത് ആലോചിക്കും. സംതിങ് ടു തിങ്ക് അബൌട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇന്റർവ്യൂലേക്ക് വരാണ് അച്ചു. ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഏകദേശം ഒരു 10 ചോദ്യങ്ങളുണ്ടാവും. ആയിക്കോട്ടെ. വെരി ക്വിക്ക് ക്വസ്റ്റ്യൻ. അച്ഛൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ അച്ഛനോട് തന്നെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ തുടങ്ങട്ടെ അച്ഛൻ? ഓക്കെ. ആദ്യത്തെ ചോദ്യം, one word that describes today's generation emotionally. Emotionally. Very fast. Okay. The biggest hidden cause of suicide in Kerala. Loneliness. Okay. Family pressure or social pressure, which is most dangerous? Social pressure. Today social pressure. ഇതിനു മുമ്പ് ഫാമിലി പ്രഷർ ആയിരുന്നു. നൗ സോഷ്യൽ പ്രഷർ. Okay. Can prayer alone heal depression? Sure. That is the very sharp medicine. Alone. Praying alone. ആണല്ലേ? Yes. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളതുള്ളൂ. Your person, you are touching your person. You are alone. That means you are touching your person. Your personality നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയമാണ് prayer. Nobody, you think only നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയമാണ് prayer. Okay. One thing parents should stop doing immediately. One thing parents should stop doing immediately. Giving advice. അതെന്താ വെച്ചോ? അത് അഡ്വൈസ് ഇന്ന് കുട്ടികൾ കേൾക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. No, they learn from you, not hearing your advice. പണ്ട് അഡ്വൈസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അതെ. ഇന്ന് കുട്ടികൾ നിങ്ങളുടെ അഡ്വൈസ് കേൾക്കില്ല. They learn from you what you doing. നിങ്ങൾ ഡൂയിങ് ആണ് അവർ ശ്രദ്ധിക്കുള്ളൂ, സ്പീക്കിംഗ് ശ്രദ്ധിക്കില്ല. Is India facing mental health emergency? Is India facing mental health emergency? Mental health. അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും. ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ എന്ത് പറയും? ഇന്ത്യ മെന്റൽ ഹെൽത്ത് എന്നതിനേക്കാൾ റിയലി സ്പിരിച്വാലിറ്റി ഈസ് ലാക്കിംഗ്. What's harder, saving a person or changing the society? Very difficult is changing the society. ഒരാളെ മാറ്റാൻ എളുപ്പമാണ്. മാറ്റാൻ പറ്റും, ഒരാളെ മാറ്റാൻ പറ്റും. ചേഞ്ചിങ് ദ സൊസൈറ്റി. കാരണം ദ സൊസൈറ്റി ഈസ് ചേഞ്ചിങ് എ പേഴ്സൺ. ഇന്ന് അതെ സത്യം. ഇന്ന് സൊസൈറ്റിയാണ് ജനങ്ങളെ മാറ്റിമറിക്കുന്നത്. അതെ. One myth about suicide that must end. സൂയിസൈഡ് ചെയ്യുന്ന ആളെ ഒരു തെറ്റ് ചെയ്യുന്നു എന്ന് ഉള്ള മിത്ത് കളയണം. ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്. അവൻ തെറ്റല്ല ചെയ്യുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അച്ഛന്മാര് അടക്കാൻ പോലും പോവില്ല. ഈ കമ്മിറ്റഡ് എ സിൻ. സൂയിസൈഡ് ഈസ് നോട്ട് എ സിൻ.
that means you can do it. No. Suicide is not a sin. Helplessness. It is a helplessness. ഇപ്പോൾ യൂദാസ് സൂയിസൈഡ് ചെയ്തു. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഹെൽപ്ലെസ്നെസ് സ്വയം അവൻ വീണ് പോയതാണ്. പക്ഷേ അവനെ പോലും ജീസസ് കുറ്റപ്പെടുത്തിയിട്ടില്ല. Should counseling be compulsory in school and colleges? തീർച്ചയായും ഇപ്പോൾ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ. ഓൾറെഡി കോളേജസിൽ മാത്രമല്ല, സ്കൂൾസിൽ മാത്രമല്ല, ഹോസ്പിറ്റൽസിലുണ്ട് കൗൺസിലേഴ്സ്. ഗ്രീഫ് കൗൺസിലേഴ്സ്. ഇപ്പം ഞങ്ങൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ മേഖലയിൽ വരുമ്പോൾ ഗ്രീഫ് കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെ ഡ്യൂട്ടിയാണ് ബ്രെയിൻ ഡെത്ത് വന്നൊരു ബോഡി കൊണ്ടുവരുമ്പോൾ, ബ്രെയിൻ ഡെത്ത് ആണെന്ന് കാണുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഗ്രീഫ് കൗൺസിലേഴ്സ് ആണ് സംസാരിക്കുന്നത്. അവർക്കൊരു ട്രെയിനിങ് ഉണ്ട്. നിങ്ങളുടെ മകൻ ബ്രെയിൻ ഡെത്താണോ, അത് ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. നിങ്ങൾ അതിനുശേഷം അവരെ കൗൺസിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അവയവങ്ങൾ കൊടുക്കാം. അവരെ വിളിക്കുന്ന പേരാണ് ഗ്രീഫ് കൗൺസിലേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അച്ചു, what is the first thing you tell someone who says, I want to end my life? I want to end my life. This is not in your hand. The life is not in your hand. നീ എൻഡ് ചെയ്താലും ലൈഫ് എൻഡ് ആവില്ല. You want to end your life now? Yes. You cannot end your life. Life is eternal. You can depart from this world. The flight is in the air. Flight is not in the airport. Okay. But the flight is in the air, it will land somewhere. Yes. Because you cannot end your life because your life has no end at all. Yes. You can depart from this world, but you have to land somewhere. Yes. Thank you very much, Achu. Thank you. We have come towards the end of the interview. അപ്പോൾ അച്ചു, ഒരുപാട് സന്തോഷം അച്ചു. അച്ഛൻ നമ്മുടെ ലിസണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, നിങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കണം. യെസ്. പ്രോജക്റ്റിന്റെ പേരെന്താണ്? കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ്, അത് ഓരോ മനുഷ്യരോട് അങ്ങനെ ആയിരിക്കണം. എല്ലാ മനുഷ്യരും. നമ്മൾ ആരും കേൾക്കാൻ തയ്യാറല്ല. അതെ. നമ്മളിങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. മറ്റുള്ളവർ കേൾക്കാൻ പറഞ്ഞ് കേൾക്കടോ പറയില്ലേ, മറ്റുള്ളവർ കേൾക്കാൻ. ടു ബി എ ഗുഡ് ലിസണർ. താങ്ക് യു. Thank you, Achu. Thank you very much. Thank you. Thank you, Achu. Thank you. This brings an end to today's episode on Go Beyond Limits podcast studio. ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് റെവറൻഡ് ഫാദർ ഡേവിസ് ചർമേലാണ്. അച്ഛൻ്റെ പുതിയ ക്യാമ്പയിനായ കേൾക്കാം സൂയിസൈഡ് പ്രിവെൻഷൻ ക്യാമ്പ് 2026ന്റെ ഭാഗമാവാൻ നമുക്ക് ശ്രമിക്കാം. ഇഫ് യു ഫേസ് any such situations, നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ആവട്ടെ, if at all you come across any such situations, please do not forget to call the below mentioned number. That's the toll-free number. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ you can seek the help that you needed. All right? So it's time to save any life that's in danger or that's in problem or that's in confusion. So let's go ahead and save every single life who is in distress. Until I meet you in the next episode, it's bye from RJ Bright and the crew. Thank you so much. Bye-bye.